അങ്ങനെ ദൈവനിശ്വാസ്യമായ ദൈവത്തിൻ്റെ വചനം അതിന് നമ്മോട് എന്നും സംസാരിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ വായിച്ച വാക്കുകളോ കേട്ട വാക്കുകളോ ഒക്കെ വീണ്ടും കേൾക്കുമ്പോൾ അതെന്നും പുതുമയുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മെസ്സേജും ഒരു വചനവും യൂസ് ആൻഡ് ത്രോ അല്ല. ദൈവം ഒരു സന്ദേശമൊക്കെ ഏൽപ്പിച്ച ലൈഫ് ലോങ് പറയാൻ വേണ്ടി കർത്താവ് ഏൽപ്പിക്കുന്ന ദൂതുകളാണ്. അതെവിടെ പറഞ്ഞാലും പുതുമയുള്ളതായിട്ട് മാറും. അതിനോട് കർത്താനദാസൻ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ പറഞ്ഞൊരു വാക്കാണ്, യൂസ് ആൻഡ് ത്രോ അല്ല. ഒരു ദൂത് ഏൽപ്പിച്ച എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവ് യൂണീക്കായിട്ട് ഏൽപ്പിക്കുന്ന ദൂതുകൾ ഓരോടത്ത് പറയുമ്പോഴും അതിന് പുതിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. എന്നാലും ഉറങ്ങാതിരിക്കുക ഒരു തമാശ. കാനവച്ചൻ പറഞ്ഞാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു പ്രസംഗം ഒരിടത്ത് പ്രസംഗിച്ചു, അടുത്ത കൺവെൻഷൻ ചെന്നപ്പം അതേ പ്രസംഗം പ്രസംഗിച്ചു, അടുത്ത കൺവെൻഷൻ ചെന്നപ്പം അതേ പ്രസംഗം പ്രസംഗിച്ചു. അപ്പം പാട്ടിന് കൂട്ടത്തിൽ നടന്ന പാട്ടുകാർ സെയിം ആയിരുന്നു. അപ്പോൾ അവർ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവിടെ പ്രസംഗിച്ച പ്രസംഗമാണ് ഇവിടെയും പ്രസംഗിച്ചെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മടുത്തിരിക്കുക, നിൻ്റെ പാട്ട് അതേ പാട്ടാണ് നീ അവിടെ പാടിയത്, അതേ പാട്ടാണ് നീ അവിടെ പാടി. നിനക്കിതേ പാട്ട് പാടാമെങ്കിൽ എനിക്കിതേ പ്രസംഗം എന്ത് ചെയ്യുക, പ്രസംഗിക്കുക. എനിവേ, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്ധിയിൽ ആയിരിക്കാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന പ്രത്യേകമായൊരു വാക്ക് ചിന്തിക്കാം. അത് നമ്മൾ കാണുന്നത് അടയാളങ്ങൾ എന്നുള്ളൊരു കാര്യമാണ്. സയൻസ് മറ്റെല്ലായിടത്തും മിറക്കിൾസ് എന്നാണ് കാണുക. പക്ഷേ ഇവിടെ യോഹന്നാൻ ഉപയോഗിക്കുന്നൊരു വാക്ക് അടയാളങ്ങൾ എന്നാണ്. 2-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അടയാളങ്ങളുടെ ആരംഭമായി. അടയാളം എന്ന് പറയുമ്പോൾ സയൻസാണ്. നമുക്കറിയാം, നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ സയൻസ് ഉണ്ട്. പക്ഷേ സയൻസ് ഒരിക്കലും കാണിക്കുന്നത് അതിനപ്പുറത്തുള്ള ഒരു റിയാലിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് ആ സയൻസ് അവിടെ വെച്ചിരിക്കുന്നത്. ഷാർപ്പ് കർവ് ആണെങ്കിലോ, ബ്രിഡ്ജ് ആണെങ്കിലോ, നാരോ റോഡാണെങ്കിലോ, ഹംസ് ഉണ്ടെങ്കിലോ, ഇതെല്ലാം കാണിക്കുന്നത് മുമ്പിലുള്ള ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയാണ് സൈൻ വെക്കുക. ഇതുപോലെ യോഹന്നാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അടയാളങ്ങൾ എന്നൊരു വാക്ക്. ആ അടയാളങ്ങളിൽ 7 അടയാളങ്ങൾ നമ്മൾ യോഹന്നാനിൽ കാണുന്നുണ്ട്. പരിചയമുള്ള ഭാഗങ്ങളാണ് 7 അടയാളങ്ങൾ. 7 അടയാളങ്ങൾ. അതിനകത്ത് 1-ാമത്തെ അടയാളം മുതൽ ചിന്തിക്കാവുന്നിടത്തോളം ചിന്തിക്കാം. യോഹന്നാൻ സുവിശേഷത്തിലെ അടയാളങ്ങൾ. 1-ാമത്തെ അടയാളം എല്ലാവർക്കും അറിയാം. ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യരെയും അവിടേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദേ ഇൻവൈറ്റ് ജീസസ്, കർത്താവിനെ ക്ഷണിച്ചു. 2018 വെള്ളപ്പൊക്കം. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു, അന്ന് ബഥേലേജിയിലുള്ളവർ വലിയൊരു സമ്മാനമൊക്കെ ഞങ്ങളോടും റാന്നിക്കാരോടും കാണിച്ച കൂട്ടായ്മ. അപ്പോൾ അത് അതൊരു വലിയ സംഭവമായിരുന്നു. വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുക. വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ദൈവദാസന്മാരും സഹോദരന്മാരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം വരും. അത് വെള്ളം വരുമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചതല്ല. വെള്ളപ്പൊക്കം നടക്കുന്ന രാത്രിയിൽ ഹോളി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 8-10 സഹോദരന്മാരുണ്ട്, ദൈവദാസന്മാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞ ദൈവദാസൻ എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ ഒരു വെളിപ്പാട് കാണുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് വെളിപ്പാട്? റാന്നി ടൗണ്, അത് റാന്നി അറിയാവുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്, ഇന്നലെയൊക്കെ എന്നെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാമുക്ക് ജംഗ്ഷനിൽ നിന്ന് പുല്ലൂർ റൂട്ടിലൂടെയും അങ്ങ് മൂവാറ്റുപുഴ റോഡിലൂടെയും വന്നിട്ട് മാമുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിയുന്നു. ഒത്തിരി ഉറുമ്പുകൾ. എല്ലാ ഉറുമ്പിൻ്റെ മണ്ടയിലും അരിമണികളുണ്ട്. റാലിയായിട്ടാണ് വരിക. ചർച്ചിലോട്ട് വന്ന് കയറുന്നു പറഞ്ഞു. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ പ്രവാചകനോടൊരു ഉമ്മ കൊടുക്കണം തോന്നി. കാരണം ഇവർ പലപ്പോഴും വരുന്നത് അനർത്ഥം വരുന്നതാണ് പറയുന്നത്. അത് വരുന്നു, ഇത് വരുന്ന. പക്ഷേ അന്ന് പറഞ്ഞു, ഉറുമ്പ് വരുന്നു, എല്ലാത്തിൻ്റെയും പുറത്ത് അരിമണിയുണ്ട്. ദോഷമുള്ള ആയിരിക്കത്തില്ലല്ലോ, അരിമണിയല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം പൊങ്ങുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നത്. ഏതായാലും ടൗണിൽ പോയി ഞങ്ങളുടെ സഹോദരന്മാരുടെ കടകളൊക്കെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പോയി നിൽക്കുക. സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ എന്നോട് ഇവിടെ വന്ന ഒരു ദിവസം പറഞ്ഞു, സഹോദരൻ പറഞ്ഞ് ആ സാക്ഷ്യം, ആ അനുഭവം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കടകളിൽ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പോയിരിക്കുക. വെള്ളപ്പൊക്കം ഒരു രസമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് എന്നും വെള്ളപ്പൊക്കം രസമാണ്.
വെള്ളപ്പൊക്കം ഒരു അടിപൊളി ആവേശമാണ്. വരുന്നു, വെള്ളം വരുന്നു, സാധനം മാറ്റുന്നു, ഒരു 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 ബഹളമാണ്. പക്ഷേ അപ്പം ഞാൻ ഓർത്തു, നമ്മൾ കൊച്ചിലെ തൊട്ടേ വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ കല്യാണത്തിന് സുൽപാഷ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വെള്ളപ്പൊക്കമായിരുന്നു. ഞാൻ അക്കരെ സാധനം മാറ്റാൻ പോയിട്ട് 3 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. അങ്ങനെ അക്കരെ ഇക്കരെ ആയിപ്പോയി കല്യാണത്തിൻ്റെ പ്രാരംഭ ദിവസം തന്നെ. അപ്പം വെള്ളപ്പൊക്കം ഒരു രസമുള്ള കാര്യമാണ്. പക്ഷേ അന്നേരം ഞാൻ പിള്ളേരെ എല്ലാം കൂട്ടിക്കൊണ്ടാണ് പോയി. ഇവർ വെള്ളമൊക്കെ കാണണ്ടേ, ഇതൊക്കെ കാണണ്ടേ. പക്ഷെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി ഇത് കളി വേറെയാ, പരുവക്കേടാകുമെന്ന് തോന്നി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു പിള്ളേരെയും കൊണ്ട് അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. നമ്മളൊരുമാതിരിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ധൈര്യത്തിൽ നിൽക്കാം. അപ്പം ഞാൻ തിരിച്ച് വന്ന് മാമുക്ക് പാലത്തെ കയറിയപ്പം വണ്ടി ഓഫായി. പിന്നെ എങ്ങനെയോ സ്റ്റാർട്ടായി, ഇല്ലേ ആ വണ്ടി പോയേനെ. തിരിച്ച് പത്തനംതിട്ട വന്ന് ഒരു തരത്തിൽ കോഴഞ്ചേരി വഴി റാന്നിയിലെത്തി. തിരിച്ച് ചെന്നപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇറങ്ങരുത്, വണ്ടി ഇങ്ങനെ വെള്ളം. അപ്പോൾ ഒരു ബൊളോറോ വെള്ളത്തിൽ പോയിട്ട് ഡോക്ടർ തിരിച്ച് കയറി വരുന്നു പറഞ്ഞു, പ്രിൻസെ ഇറങ്ങരുത്, എൻ്റെ ബൊളോറോ പോയി, ഞാൻ കളഞ്ഞിട്ട് തിരിച്ച് ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇറങ്ങാനൊക്കത്തില്ല, കൈവിട്ട കളിയാണ്, വെള്ളം വരിക. വീട്ടിൽ വന്നു. വെള്ളമെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ സഹോദരന്മാർ പിണ്ടിച്ചങ്ങാടമൊക്കെ കെട്ടി അതും കൊണ്ട് പോയിട്ട് വീട്ടിലൊക്കെ കുരുങ്ങി പോയ ഈ ചങ്ങാടത്തെ കിടത്തി വടം കെട്ടി വലിച്ച് കയറ്റി. അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു എല്ലാവരെയും ചർച്ചിലോട്ട് കൊണ്ടുവരിക, എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അരച്ചാക്കരിയും കുറച്ച് പയറും ഒക്കെ ഇരിപ്പുണ്ട്, കഞ്ഞി വെക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞി വെച്ചു. ഞാൻ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ ആംബുലൻസ് എടുത്തിട്ട്, അപ്പോൾ ഞാൻ വെളുപ്പിന് MLA വിളിച്ചു, ആരെങ്കിലും ഉണ്ടേ വേണേൽ ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം രാജീവ്പ്രം സാറിനോട് പറഞ്ഞു 10-20 ഹിന്ദിക്കാർ ചുറ്റും നിൽപ്പുണ്ട്, എങ്ങോട്ട് വിടണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞാൻ വിളിച്ച്. അപ്പം പുള്ളി നമ്പറും എഴുതി വിട്ടു. പ്രിൻസിപ്പാൾ വീട്ടിലോട്ട് അവർ നേരെ നീന്തി ഇക്കരെ കയറി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആംബുലൻസ് ഉണ്ട്. ഞാൻ ആംബുലൻസിൽ അനൗൺസ് ചെയ്യിച്ചു, ഹിന്ദിക്കാരെ കയറ്റി ഹിന്ദിയിൽ അനൗൺസ് ചെയ്യിച്ചു, തമിഴരെ കയറ്റി തമിഴിൽ അനൗൺസ് ചെയ്യിച്ചു, മലയാളത്തിൽ അനൗൺസ് ചെയ്യിച്ചു. വരേണ്ടവർ വരാൻ പറഞ്ഞു. ആംബുലൻസ് തിരിച്ച് വരുമ്പോൾ അതിൻ്റെ പുറകെ ഒരു റാലി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ വന്ന് ഹോളിലോട്ട് കയറി, വെള്ളം പൊങ്ങി. അങ്ങനെ ആദ്യത്തെ ദിവസം അരച്ച കരി കൊണ്ടൊക്കെ കൊടുത്തു. പിറ്റേ ദിവസം റിയാലിറ്റി, അന്ന് രാത്രി 10-700 പേര് വന്നു. പിന്നൊരു വല്ലാത്ത ദിവസങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് പിന്നെ എൻ്റെ കുറച്ച് ഡോളർ ഉണ്ടായിരുന്നു. ആ ഡോളർ കൊടുത്ത് മല്ലപ്പള്ളിയിൽ നിന്ന് സാധനം മേടിച്ചു. എന്നോട് പറഞ്ഞു ഇത് ഡോളറാണ്. പുള്ളിക്ക് മേടിക്കാൻ പേടിയായിരുന്നു. ഏതായാലും ഡോളറിൻ്റെ വിലയെല്ലാം നോക്കി സാധനം തന്നു. പിന്നെ അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പം ഒരു സിനിമാ നടൻ അദ്ദേഹം കുറച്ച് സാധനങ്ങളുമായിട്ട് ക്യാമ്പുകൾ സന്ദർശിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ചർച്ചിലൊരു ക്യാമ്പുണ്ടെന്ന്. അത് വന്നു. അന്നേരം മനോരമയുടെ ലേഖനം കൂടെ ഉണ്ടായിരുന്നു. പുള്ളി വന്ന് ഇങ്ങനെല്ലാം കയറി നോക്കിയപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി പിറ്റേ ദിവസം അത് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേന് അരിമണികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നിങ്ങനെ അരി അങ്ങ് വരുമായിരുന്നു. ബാംഗ്ലൂർ, ഹൈദരാബാദ്, അവിടെ നിന്നെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യക്കാർ പഞ്ചായത്തിൽ വന്നപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ ഇവിടെങ്ങും കാണാൻ പോകണ്ട, നേരെ നമുക്ക് ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചിൽ വന്നപ്പോൾ ഞങ്ങളുടെ സഹോദരിമാരെല്ലാം പടുതയൊക്കെ ഇട്ടിരുന്ന കുറച്ച് പച്ചക്കറി അരിയുന്നു, കുട്ടകത്തിൽ അരി വേകുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം താമസിക്കുന്നു, ചർച്ചിൽ താമസിക്കുന്നു. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ മെയിനൊരു വാർത്ത കൊടുത്തു. അതോടുകൂടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരാൻ തുടങ്ങി. ശരിക്കും ഉറുമ്പ് ഇങ്ങനെ അരിമണിയുമായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അരിമണിയായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആരാണ്ട് ഓരോരുത്തരിങ്ങനെ വന്ന് ചോദിക്കുകയാണ് നൈറ്റി ഉണ്ടോ, ഷർട്ടുണ്ടോ. വലിയ കുടുംബങ്ങളിലെയാണ്, എല്ലാം ഒലിച്ചു പോയില്ലേ. അപ്പോൾ ആരൊക്കെ വിളിച്ചു ചോദിച്ചു എന്തോ വേണം. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് എറണാകുളത്ത് നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ വേണ്ടേ. ഞാൻ പറഞ്ഞു പലർക്കൊക്കെ വന്നു, ഇനി തുണികളാണ് വേണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു തുണിക്കാഴ്ച വലിയൊരു റെഡിമെയ്ഡ് സ്ഥാപനക്കാരൻ നിൽപ്പുണ്ട്. അദ്ദേഹം ചോദിച്ചു ഇതാരാ എന്താ. അപ്പോൾ പറഞ്ഞു റാന്നിയിൽ എനിക്കറിയാവുന്ന, അവിടെ എല്ലാം വെള്ളം പോയി, വെള്ളം കയറി, തുണി വേണം. അദ്ദേഹം കടയിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ ഷർട്ടും നൈറ്റിയും പാവാടയും എല്ലാം കൊണ്ടിട്ടു. സെക്കൻഡ്സ് ഒരു സൈഡിൽ, സ്ത്രീകളുടെ ഒരു സൈഡിൽ, കുട്ടികളുടെ എല്ലാം വീട്ടിലിങ്ങനെ നിരത്തിയിട്ടു. പായ ഇത്. പിന്നൊരു സൂപ്പർ മാർക്കറ്റ്. അരി വേണ്ടവർക്ക് അവിടെ. എന്താ വേണ്ടത്, നൈറ്റി. ഏത് സൈസ്, മീഡിയം, ലാർജ്. അപ്പം മീഡിയം എവിടെ, ലാർജ് എവിടെ, കുട്ടികളുടെ ഇവിടെ, വലിയവരുടെ ഇവിടെ. അങ്ങനെ ഒരു മോളായിട്ട് കുറേ ദിവസങ്ങളങ്ങ് പോയി. അതൊരു 45 ദിവസത്തോളം നീണ്ടു. പിന്നെ ഗവൺമെൻറ് ക്യാമ്പായി. അങ്ങനെയൊക്കെ കർത്താവ് നടത്തി. എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിലും അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ എല്ലാ കൃപയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ വെള്ളപ്പൊക്കത്തിൻ്റെ ശേഷം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഇറങ്ങി വൃത്തിയാക്കിയിരിക്കുക. അപ്പോൾ അവരുടെ മോടെ കല്യാണമായിരുന്നു. അത് നേരത്തെ നിശ്ചയിച്ച. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു മോടെ കല്യാണം എന്തായി. പാസ്റ്ററെ എന്തോ ആയി, വെള്ളമെല്ലാം കയറിപ്പോയി, കല്യാണം വരിക. ഞാൻ എന്തോ ചെയ്തു. ഒന്നും ചെയ്തില്ല. കുറി ഒരു തരത്തിൽ ഒരിടത്ത് പോയി അടുപ്പിച്ചു. പിന്നെ
ഞങ്ങളെല്ലാം കൂടെ ഒരു ദിവസം ഉപവസിച്ചിട്ട് ആദ്യത്തെ കുറി കർത്താവിന് കൊടുത്തിട്ടുണ്ട്. എന്നെ കാണിച്ചു, ടു ജീസസ് ക്രൈസ്റ്റ്, അത് മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അവർ കല്യാണക്കുറി അടിച്ചു. ആദ്യത്തെ കുറി ആർക്ക് കൊടുത്തു? യേശുവിനെ കൊടുത്തു. അപ്പോൾ ഇനിയും കെട്ടാനുള്ള പിള്ളേരെല്ലാം കുറി അടിച്ചിട്ട് ആദ്യത്തെ കുറി ഏതാ? ആദ്യത്തെ കുറി. ഈ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കുക? യേശുവിന് കൊടുക്കുക. ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കണം? യേശുവിന് കൊടുക്കണം. ആദ്യത്തെ കുറി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് കൊടുത്ത കർത്താവ് വരും. കർത്താവ് വന്ന പോരായ്മയെല്ലാം നികത്തും. അപ്പം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അവരാരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. യേശുവിനെ മാത്രമല്ല ക്ഷണിച്ചത്, ആരെ കൂടെ ക്ഷണിച്ചു? ശിഷ്യരെ കൂടെ ക്ഷണിച്ചു. രണ്ടാമത്തെ വിളി പാസ്റ്ററെ വിളിക്കണേ. ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് എന്ന് വിളിക്കരുത്. രണ്ടാമത്തെ വിളി പാസ്റ്ററെ വിളിക്കുക. പാസ്റ്ററെ വിളിക്കുന്ന കൂട്ടത്തിൽ പാസ്റ്ററുടെ കൊച്ചമ്മയും കൂടെ വിളിച്ചേക്കണേ. അല്ലേ സങ്കടം വരും, ദോഷമല്ലേ? അങ്ങനെ വിളിക്കാത്തവരൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും അല്ല, എല്ലായിടത്തും ഞാനിതൊക്കെ ഒത്തിരി കാണുന്നതല്ലേ. അപ്പം നോക്കൂ, പാസ്റ്ററെ വിളിച്ചു, ശിഷ്യരെ കൂടെ വിളിച്ചു. അവരെല്ലാം കൂടെ കല്യാണത്തിന് വന്നു. പക്ഷെ കല്യാണത്തിന് വന്നപ്പോൾ ദ ഇൻവൈറ്റ് ജീസസ്. കല്യാണത്തിന് വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ല? വീഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല കല്യാണം ആണോ? അല്ല. കല്യാണത്തിന് നമ്മൾ വിളിക്കുമ്പം കല്യാണ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണത്തിൻ്റെ വിരുന്ന് എന്ന് പറയുന്നത്. ആർഭാടമൊന്നും ആയില്ലെങ്കിലും മര്യാദയ്ക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കണം. വേണ്ടേ? കൊടുക്കണം. അതൊരു ക്രൈസ്തവ പാരമ്പര്യമാണ്, യഹൂദ പാരമ്പര്യമാണ്. വിവാഹത്തിന് വരുന്നത് മിച്ചം വരണം, തൂയിക്കളയല്ലേ. കൊട്ടയിലെടുത്ത് ശേഖരിച്ച് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കുക. ബന്ധുക്കാർ പോകുമ്പോഴൊക്കെ കൊടുത്ത് വിടുക, വീടുകളിലൊക്കെ എത്തിക്കുക. ഇതൊക്കെ ഒരു ക്രൈസ്തവ പാരമ്പര്യമാണ്. ഇന്നപ്പോൾ അതൊന്നും ഇവൻ്റൊക്കെ ആയതുകൊണ്ടില്ലെങ്കിലും പോന്ന് മിച്ചം വരുന്ന എല്ലാം കൊടുത്തൊക്കെ വിടുക. അതൊക്കെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കർത്താവിദാസൻ കൾച്ചർ എന്ന് പറഞ്ഞ പോലെ ഒരു യഹൂദ കൾച്ചറാണ്, ക്രിസ്ത്യൻ കൾച്ചറാണ്. സർപ്ലസ് ആയിട്ട് കൊടുക്കുക, തൂവിക്കളയത്തില്ല. മിച്ചം വരുന്നതെല്ലാം ബന്ധുവീടുകളിലൊക്കെ കൊടുക്കുക. കാരണം അവരിങ്ങനെ ഇരിക്കും, നീ പോവുക എടി, അത് കുറച്ചെടുത്തുകൊണ്ട് പോവും. വേണ്ട, നിന്നോടല്ലേ പോകുന്നേ, ഇനിയും വീട്ടിൽ ചെന്നിട്ട് എപ്പം വെക്കാനാ, കുറച്ചെടുത്തുകൊണ്ട് പോവും. അപ്പോൾ അവർ അഴുക്കാകാത്ത എല്ലാം എടുത്തുകൊണ്ട് പോകും. പിന്നെ കുറേ ദിവസത്തേക്ക് ഇനി വെക്കണ്ട. അതൊക്കെയാണ് കല്യാണ വീടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് വലിയ സംഭവമാണ്. പക്ഷേ ഇവർക്കിത് വീഞ്ഞ് എന്താ അത് വന്നു, തികയാതെ വന്നു. നാണക്കേടല്ലേ? ഒരു കല്യാണം, വലിയ കല്യാണമാണ്. പക്ഷേ കല്യാണത്തിന് 12,000 പേര് വരേണ്ട കല്യാണം. എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ തലേദിവസം അപ്രതീക്ഷിത ഒരു ബന്ധം. അപ്പോൾ അവർ ഓർത്ത് ആരും വരത്തില്ല, നേരെ വെട്ടിക്കുറച്ച് 1,500 പേരുടെ ഓർഡറാക്കി. പക്ഷേ പ്രതീക്ഷകളെല്ലാം വെട്ടിത്തിരുത്തിക്കൊണ്ട് കുടുംബം നമ്മൾ ക്ഷണിക്കുമ്പോൾ എങ്ങനെയാണ്? സകുടുംബ സാന്നിധ്യം സസന്തോഷം ക്ഷണിച്ചു കൊള്ളുന്നു. കുടുംബം വിവാഹമെന്ന് എഴുതി ബോർഡും വെച്ച് എല്ലാവരും ബന്ധി വണ്ടിയായിട്ടിങ്ങി വന്നപ്പം 12,000 പേർക്ക് ആർക്കും കിട്ടിയില്ല. കിട്ടിയവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് കിട്ടിയില്ല. സങ്കടമല്ലേ? കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുമ്പം ഞാനും അമ്മയുണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഇത് ഇന്ന വീട്ടിലെയാണ്. എടുത്ത് പോയി അമ്മ ചോദിക്കുക, ഇവിടെ കല്യാണത്തിലല്ലേ തികയാതെ വന്നത്? ഇവനങ്ങ് ഉരുകിയ പയ്യൻ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വാ, ഞാൻ വീട്ടിൽ ചെല്ലും പറയാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടാ, സത്യമായിട്ട് മോശമായിപ്പോയി എന്നെനിക്കറിയാം. എന്നാലും കിട്ടിയില്ല. വന്നപ്പോൾ ഷുഗറും ഡൗണായി, കടയില്ല, ആകെ കുഴപ്പമായി. അതിന്നും മറക്കത്തില്ല. അപ്പം തികയാതെ വരിക നാണക്കേടാ അല്ലേ? തികയാതെ വരിക ഒരു സങ്കടമാണ്. ഇതുപോലെ നിത്യമായ ഒരു സങ്കടം ഈ വീട്ടിൽ വരാനുള്ള സാധ്യത. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. എന്താ ഇവർക്ക് പറ്റിയത്? ഇവിടെ കണക്കുകളെല്ലാം തെറ്റിപ്പോയി. ഒത്തിരി കണക്ക് കൂട്ടിയ കല്യാണം. ആരൊക്കെ വരും, കുടുംബ സമേതം എത്ര പേര് വരും, പിള്ളേരെത്ര പേര് വരും, അവധിയാണോ, എല്ലാം നോക്കിയാണ് നമ്മൾ ഓർഡർ ചെയ്യുക. കുറച്ച് കൂട്ടി, കുറച്ച് ഹരിച്ച് ഗുണിച്ച് പിന്നെ ഇച്ചിരി കൂടെ കൂട്ടി ഒക്കെയാണ് ഓർഡർ ചെയ്യുക. തികയാതെ വരരുത്, ഒത്തിരി ലാവിഷായി പോവുകയും ചെയ്യരുത്. പക്ഷേ എല്ലാ കണക്കുകളും തെറ്റിപ്പോയി. കണക്കുകൾ തെറ്റിയപ്പോഴാണ് ഒന്നാമത്തെ അടയാളം. കുടുംബത്തിൽ യേശു അവിടെ വന്നു. യേശു ഉണ്ടായിരുന്നുകൊണ്ട് കണക്കുകളെല്ലാം തെറ്റിയെടുത്ത് അത്ഭുതം നടന്നു. മനുഷ്യജീവിതം ഇതുപോലെ, കണക്കുകളെല്ലാം തെറ്റാം. എല്ലാ മനുഷ്യൻ്റെ കണക്കുകൾ തെറ്റാം. കണക്ക് കൃത്യം പ്ലാനിങ്ങാണ്. എല്ലാവരും പ്ലാൻ ചെയ്താൽ പോകുന്നത്. ഈ വർഷം മൂത്ത അവിടെ പഠിത്തം തീരും, അപ്പോൾ അവിടെ നേഴ്സിംഗ് കഴിയും, അപ്പോൾ അവൾ ജോലിക്ക് കയറും, അപ്പോൾ തന്നെ ഇളയതിനെ ചേർക്കാം, അപ്പോൾ അവളൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുകൂടെ നടക്കും. അപ്പോഴത്തേനും മൂന്നാമത്തേനെ തീരും, അപ്പോൾ 2 പേരുടെയും കൂടെ സപ്പോർട്ടാകുമ്പോൾ മൂന്നാമത്തേനെ പഠിപ്പിക്കുക. ഇങ്ങനെ ഓരോന്നിനും കണക്കുകളാണ്. എല്ലാം കണക്ക് കൂട്ടി പോകുമ്പോഴും മനുഷ്യജീവിതത്തിൻ്റെ കണക്കുകളെല്ലാം തെറ്റുകയാണ്.
കണക്കുകൾ തെറ്റുന്നതാണ് നമ്മൾ എല്ലാവരും കാണുന്ന കാഴ്ചകൾ കാണുക. എന്തെല്ലാം കണക്കുകളാണ് തെറ്റുക. ഞാൻ കണ്ടിട്ടുള്ള കണക്കുകൾ തെറ്റിയതൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും അവർ കണക്ക് കൂട്ടി വീട് വെച്ചു, NRI ലോൺ എടുത്തു, അപ്പൻ്റെ ശമ്പളത്തേല നല്ല ജോലി, മൂത്തവളെ ഉക്രൈനിൽ വിട്ടു, രണ്ടാമത്തവനെ എൻജിനീയറിങ്ങിന് ചേർത്തു, മൂന്നാമത്തവൻ സ്കൂളിൽ പഠിക്കുന്നു, എല്ലാം NRI. വീട് പണി തീരാറായി. അപ്പോഴാണ് ഒരു ദിവസം രാവിലെ ഒരു കോള്. അപ്പൻ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു കവറ് നോക്കിയപ്പോൾ ടെർമിനേഷനാണ്, ജോലി പോയി. എന്ത് തെറ്റി? കണക്ക് തെറ്റി. ഉക്രൈനിൽ കൊച്ചു പഠിക്കുന്നു, ഇവിടെ മോൻ പഠിക്കുന്നു, വീട് തീരാറായില്ല, സ്ട്രക്ചർ തീർന്ന് കിടക്കുന്നു. കണക്ക് തെറ്റി. ഭാര്യയും ഭർത്താവും കൂടെ എന്തോ ഒരു സന്തോഷമായിരുന്നു. ഭാര്യയ്ക്ക് നീണ്ട മുടി. അപ്പോൾ അവർക്കൊരു കാര്യം, അവർക്ക് കാറുണ്ടായിട്ടും അവർ ബുള്ളറ്റ് മേടിച്ചു. ഒറ്റക്കാരിയാണ്. അയാളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നോട് പറഞ്ഞതാ. നീണ്ട മുടിയുള്ള ഭാര്യയെ ബൈക്കെ കയറ്റി ഇങ്ങനെ മുടിയൊക്കെ കുളിച്ച് അഴിച്ചിടിച്ച് കൊണ്ടുപോവുക. ആരും നോക്കും? അതിപ്പം അയാളുടെ ഒരു സ്വകാര്യ അഹങ്കാരം. മുടിയുള്ള ഭാര്യയെ മുടിയൊക്കെ അഴിച്ചിടിച്ച് ബൈക്കെ രണ്ടുപേരും കൂടെ പോകുമ്പോൾ എല്ലാവരും നോക്കും. പക്ഷെ പെട്ടെന്നൊരു ദിവസം ദേഹത്തൊരു തടിപ്പ്, പിന്നെ ഒടുവിൽ RCC, കീമോ, തിരിച്ച് വരുമ്പോൾ ഒരു മുടിയില്ല. ആദ്യം ചെയ്തത് ബൈക്ക് എടുത്ത് വിൽക്കുക. ഇനി എന്തിനാ ബൈക്ക്? ഇവളില്ലാത്ത ബൈക്ക്. കണക്ക് തെറ്റി. കണക്കുകളെല്ലാം തെറ്റാം. മോളിങ്ങനെ പഠിച്ചു, BSc നഴ്സിംഗ് കഴിഞ്ഞു, ഇനി IELTS എഴുതണം, UK പോകണം, ബുദ്ധിമുട്ടൊക്കെ മാറും. അപ്പോഴാണ് ഒരു ചെറുക്കൻ വന്നു, നല്ല കല്യാണം. ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിപ്പം കല്യാണം വേണ്ട. എന്നാ കാര്യം? അച്ചായനെ കുറേ നാൾ സഹായിക്കണം എന്നെൻ്റെ വലിയൊരു ആഗ്രഹം. അച്ഛൻ പറഞ്ഞു, കൂടുതൽ സഹായിക്കുകയൊന്നും വേണ്ട, കെട്ടിച്ചാൽ മതി. കല്യാണം മുറുകിയപ്പോഴാണ് അവൾ പറയുക, കെട്ടുവാണേ അവനെ കെട്ടത്തുള്ളൂ. ആരെ? അവനെ. ഞെട്ടിപ്പോയി. ആരെയാ? ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്തവനെ. അപ്പനൊറ്റ വഴിയുണ്ട്. മലയാളി അപ്പന് എടുത്തു വാക്കത്തി, ഉണ്ടേലുണ്ട്, ഇല്ല, കീറിക്കളയും ഞാൻ. എവിടെ? അവൾക്കൊരു ചലനവും ഇല്ല, കൂളായിട്ടാണ് നിൽക്കുന്നേ. ചിരിയില്ല, കരച്ചിലുമില്ല, ഒന്നുമില്ല. അപ്പോൾ അമ്മയ്ക്കറിയാവുന്ന ഒരു ആയുധമുണ്ട്. മലയാളി അമ്മയ്ക്ക് അറിയാവുന്ന ഏറ്റവും വലിയ ആയുധം എടുക്കരുത്. നിങ്ങളുടെ അമ്മമാരെല്ലാം എടുത്തിട്ടുണ്ട്. എന്നാന്നറിയാമോ? കൊല്ലൊടി 3 ഇടി ഇടിക്കുമ്പം നമ്മൾ പറയും, ഇനി അമ്മ ഇടിക്കല്ലേ. ഇടിക്കുന്ന അമ്മമാരില്ലായിരുന്നോ? പക്ക മലയാളി അമ്മമാർ ഇടിച്ചടിക്കും. 2-3 ഇടി ഇടിക്കുമ്പോൾ നമ്മുടേതെല്ലാം പറയും. നിങ്ങളും പറഞ്ഞതാ, എനിക്ക് ആ കല്യാണം വേണ്ട അമ്മയെന്ന് പറഞ്ഞവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എപ്പോഴാ? അമ്മയുടെ ഇടിക്ക് മുമ്പ് എല്ലാം വിട്ടു. പക്ഷേ ഇപ്പോഴത്തേനെ ഇടിച്ചാലൊന്നും അറിയത്തില്ല. അപ്പോൾ അപ്പുറത്താരണ്ട് സിനിമാ പാട്ട് പാടി, നെഞ്ചിലാകെ കല്ലാണ്, ഇടിച്ചാലൊന്നും അറിയത്തില്ല. പണ്ടത്തിൻ്റെ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇടിക്കരുത്. നമ്മുടെ നെഞ്ച് പോവെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം ഇത് ന്യൂജന്ന കല്ലാണത്. അമ്മ ഇടിച്ചു. അപ്പം ഉപദേശിയെ വിളിച്ചു. എന്തിനാണ്? ഉദരബന്ധനം പ്രാർത്ഥിക്കണം. ഉദരബന്ധനം. നമ്മൾ എന്നിട്ട് ഇത് കഥ കടച്ചിരിക്കുക, ഇറങ്ങി വന്നാലല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ. എന്നിട്ടും ഒരു കൊച്ചിന് ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ അതിനോട് പറഞ്ഞു, ഒരു കുട്ടവും വെള്ളം പലരും കൊണ്ടും കുടിപ്പിച്ചു പോത്തില്ലെന്ന്. എന്തൊരു സാധനമാണ്! എന്ത് തെറ്റി? കണക്ക് തെറ്റി. ഇനിയും കുഞ്ഞാ. അപ്പോഴാണ് അറിയുക അവൻ ഡ്രഗ്സ് എടുക്കുന്നു. കണക്ക് തെറ്റി. എല്ലാ മനുഷ്യൻ്റെയും കണക്ക് തെറ്റാം. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. കണക്കുകൾ തെറ്റുമ്പോൾ നടന്നു വരുന്നൊരു ക്രിസ്തുവുണ്ട്. എല്ലാ കണക്കും തെറ്റുമ്പോൾ, മനുഷ്യജീവിതത്തിൻ്റെ കണക്കുകളെല്ലാം തെറ്റുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ക്രിസ്തുവുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ കേൾക്കുന്നവരെ പറയട്ടെ, ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിയ അവസ്ഥയിലാണോ? പിഴയ്ക്കാത്ത ചുവടുകളുമായി, തെറ്റാത്ത കണക്കുകളുമായി കടന്നു വരുന്നൊരു ക്രിസ്തുവുണ്ടെങ്കിൽ നമ്മുടെ കണക്കുകൾ തെറ്റിയത് അവനോട് പറയാം. ഒന്നാമത്തെ അടയാളം, കണക്കുകൂട്ടുകൾ തെറ്റിയ വീട്ടിലേക്ക് യേശു വരികയാണ്. എന്ത് പ്രതീക്ഷയോടെയാണ് ആ കുഞ്ഞ് കല്യാണം കഴിച്ചത്? പക്ഷേ ഉടനെ മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പം അവന് പുരുഷനല്ല. ഞാൻ നടത്തിയൊരു കല്യാണം, അവന് പുരുഷത്വം കുറവാണ്, ഒരു കുഞ്ഞുണ്ടാകത്തില്ല, അത് ഡിവോഴ്സാകാം. കൃത്യം ഗ്രൗണ്ടാണ്. ദാറ്റ് മാരേജ് വിൽ ബി ഡിക്ലെയർഡ് ആസ് നൾ ആൻഡ് വോയിഡ്. കാരണം അവൻ പുരുഷനല്ല. പക്ഷേ അവളെ കളഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല. അവളൊരു കാര്യം ചെയ്തു, മുട്ടുകുത്തി
കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഒരു ലൈഫ് ലൈനും പോകാതെ ദൈവം അവർക്ക് കൊടുത്ത് നല്ല തക്കിടി മുണ്ടം പിള്ളേരുമായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏത് കണക്ക് തെറ്റിയതും കർത്താവിനോട് പറഞ്ഞ ഇരുചെവി അറിയാതെ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പ്രിയരെ കണക്കുകൾ തെറ്റിയെടുത്ത് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ബിസിനസ്സിൻ്റെ കണക്കുകൾ തെറ്റാം, ആരോഗ്യത്തിൻ്റെ കണക്കുകൾ തെറ്റാം, സാമ്പത്തികത്തിൻ്റെ കണക്കുകൾ തെറ്റാം, തലമുറകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ കണക്കുകൾ തെറ്റാം. എന്നാൽ തെറ്റാത്ത കണക്ക് കൂട്ടുകളുള്ള ഒരുവനുണ്ട്, യേശു. യേശു യേശു എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ കണക്കുകൾ എവിടാ തെറ്റിയത്? ഇൻവൈറ്റ് ജീസസ് ഇൻ ടു ദാറ്റ് ഏരിയ. ഇന്നടത്ത എൻ്റെ അപ്പ എൻ്റെ കണക്ക് തെറ്റിയത്, ഇന്നടത്ത തെറ്റിയത്. എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ച് വിട്ടിടത്ത് കണക്ക് തെറ്റി, എൻ്റെ മകളുടെ ജീവിതത്തിൽ കണക്ക് തെറ്റി, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കണക്ക് തെറ്റി, എൻ്റെ സാമ്പത്തികത്തിൽ കണക്ക് തെറ്റി, എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ കണക്ക് തെറ്റി. എൻ്റെ യേശുവേ കണക്ക് തെറ്റിയപ്പ, കണക്കൂട്ടുകളെല്ലാം തെറ്റി. പക്ഷേ തെറ്റുന്നിടത്ത് He will come. നിത്യമായ ഒരു അപമാനത്തിന് ആ കുടുംബം വിധേയപ്പെടും, എന്നും അത് ഓർക്കപ്പെടും. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, യേശുവിനോടത് പറഞ്ഞ ഇരുചെവി അറിയാതെ അത് പരിഹരിക്കപ്പെടും. യേശുവിനോട് പറഞ്ഞ പിന്നെ അത് ആരും അറിയില്ല. യേശുവിനോടൊരു കാര്യം റിയലായിട്ട് പറഞ്ഞാൽ അത് പിന്നെ ആരും അറിയില്ല. ചെറിയ ഒരു സ്വകാര്യ സങ്കടം, ആ സങ്കടത്തിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ അന്ന് ദൈവദാസൻ പ്രസംഗിച്ച ഒരു വചനം വല്ലാതെ ബലപ്പെടുത്തി. സാക്ഷ്യം പറയുക, തൻ്റെ ഒരു കേസ് അത് പുറത്തിറഞ്ഞാൽ താൻ വല്ലാതെ അപമാനിക്കപ്പെടും. കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, മോശയെ കർത്താവ് അടക്കി, ദൈവം അടക്കി. അവനെ അടക്കിയത് എവിടാന്ന് ആർക്കും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കാര്യം ഏൽപ്പിച്ച അതാരും അറിയാതെ ദൈവമാണ്, പിന്നെ അത് പുറത്തറിയാതെ കാക്ക. എൻ്റെ ദൈവം ആരാ? ഉടകന ഹംതന അറികന റബന ഹതന. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പകല് പ്രാർത്ഥന ഉയരട്ടെ. എവിടെയോ കണക്കുകൾ തെറ്റിയെടുത്തേക്ക് ഇൻവൈറ്റ് ജീസസ്. എൻ്റെ ഇന്നടത്ത് കണക്ക് തെറ്റി കർത്താവ്. എവിടെയാണ് കണക്ക് തെറ്റിയത് പറയാമോ? ഇന്നടത്താ കണക്ക് തെറ്റിയത്. ആരോഗ്യപരമായ കണക്കുകൾ തെറ്റുന്നിടത്ത്, സാമ്പത്തികപരമായ കണക്കുകൾ തെറ്റുന്നിടത്ത്, ദാമ്പത്യത്തിൻ്റെ കണക്കുകൾ തെറ്റുന്നിടത്ത്, ജോലിയുടെ കണക്കുകൾ തെറ്റുന്നിടത്ത്, കുഞ്ഞുങ്ങളുടെ കണക്കുകൾ തെറ്റുന്നിടത്ത്, തെറ്റാത്ത കണക്കുകളുള്ള യേശു കണക്കുകൂട്ടുകൾ പിഴച്ചെടുത്തേട്ട് കർത്താവ് വരികയാണ്. ഒന്നാമത്തെ അടയാളം ഗലീലയിലെ കാനാവിൽ കർത്താവ് ചെയ്തു. ഒരു കണക്ക് തെറ്റിയ കുടുംബത്തിൻ്റെ കണക്കുകളെ നിജപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചെങ്കിൽ ആ കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയെടുത്ത് പ്രവർത്തിക്കുവാൻ. ശബന കടകന ഹംദന റിഖന ബദ്ധുരി വൈഡകരംധന രകന. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ക്ഷണിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കണക്കുകൾ എവിടാ തെറ്റിയത്? വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കണക്കുകൾ എവിടാ തെറ്റിയത്? യേശുവിനോട് പറ, ഇവിടെ എൻ്റെ ചുവട് പിഴച്ചു, ഇവിടെ എൻ്റെ കണക്ക് തെറ്റി. അപ്പാ വരണമേ, അവിടേക്ക് വരണമേ. രഗനം ഋഗനം ദിഗനം രഗജം ദഗനം ദാരം ധേരം വൈഡം രഗജം ശകനം അടകന ഘട്ടം ബത്തുരി ഘത്തം ഋഖത്താനം വൈഡകരന്ധം ദേകനകാരം ഉടകം വരകം ശകനം ദിഗനം ദഗനം ദിഗനം രഗജം. യേശുവിനെ വിളിച്ച് കർത്താവിനോട് പറഞ്ഞേ, ഇന്നിടത്താണ് കണക്ക് തെറ്റിയത്, അവിടേക്ക് വാ കർത്താവേ. കർത്താവ് അവിടേക്ക് വരും. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട്, മക്കളെ പിടിച്ചുകൊണ്ട് പോകുക കടക്കാരാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. കടക്കാർ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുക. പക്ഷേ
പ്രവാചകൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അല്പ എണ്ണയുണ്ട്, പാത്രങ്ങൾ വായ്പയെടുത്തേ പകർന്നേ, അവരെ നാളെ പിടിച്ചുകൊണ്ട് പോകും. ഭർത്താവ് മരിച്ചു, പിള്ളേരും പോകുന്നു. പക്ഷേ കണക്കുകൾ തെറ്റിയെടുത്ത് ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായപ്പോൾ, കണക്കുകൾ തെറ്റിയെടുത്ത് ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ശാന്തല കുടകന കടകന ഹബ്ദനറികനകരം ധന ഭൗഷലം ധന വൈഡപരം ധന ഹബ്ദനറിക്കന കുടകന കടകന രകനകരം ധനറികനകര ക്ഷണ വൈഡപരം ധനരകജ. പെട്ടെന്നൊക്കെ കണക്കുകൾ തെറ്റാം, പെട്ടെന്നൊക്കെ കണക്കുകൾ തെറ്റാം, പെട്ടെന്നൊക്കെ കണക്കുകൾ തെറ്റാം. പക്ഷേ എൻ്റെ കർത്താവുണ്ടോ? അവിടെ എപ്പോഴാണ് വന്നത്? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. 3-ാം നാൾ എപ്പോഴും ഒരു പ്രതീക്ഷയുടെ ദിവസമായിട്ടാണ് കാണുക. 3-ാം പക്കം, 3-ാം നാൾ. ഈ കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്കൊരു ചിന്തയുണ്ട്. ഒരാൾ കടലിൽ കാണാതെ പോയാൽ എത്രാം ദിവസം കിട്ടും? 3-ാം പക്കം കിട്ടും. 3-ാം പക്കം മടക്കി വരവിന് ദിവസമാണ്. ഇവിടെ 3-ാം നാൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്താകട്ടെ, പക്ഷേ ഈ 3-ാം നാൾ ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. യേശു ഉണ്ടോ? പ്രതീക്ഷയാ. യേശു ഉണ്ടോ? പ്രതീക്ഷയാ. യേശു കർത്താവുണ്ടോ? പ്രതീക്ഷയാ. ഇന്ന് യേശുവിനെ ക്ഷണിക്കുക. എവിടെയൊക്കെ കണക്കുകൾ തെറ്റിയിടത്തേക്ക് ക്ഷണിക്കുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, കണക്കുകൾ തെറ്റിയവരെല്ലാം പ്രാർത്ഥിച്ച്. കണക്കുകൾ തെറ്റാത്ത ഒരു മനുഷ്യനുമില്ല. കണക്കുകൂട്ടുകൾ തെറ്റാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരുടെയും കണക്കുകൾ തെറ്റും. അവിടെയാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക, അവിടെയാണ് മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുക. പക്ഷെ അവിടെയൊക്കെ യേശു വരും. എന്ത് മിടുക്കിയായിരുന്ന കുഞ്ഞ്, പക്ഷെ പെട്ടെന്നാണ് ഡിപ്രഷൻ അവളെ മൂടിയത്. കണക്ക് തെറ്റി, കണക്ക് തെറ്റി, കണക്ക് തെറ്റി. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. കണക്ക് തെറ്റുമ്പം വരുന്നൊരു യേശുവിനോട് പറയാമോ? ഒരു നിമിഷം ശാന്തമായി പ്രാർത്ഥിച്ച എല്ലാം യേശുവിനോട് ചെന്ന് പറഞ്ഞ നല്ലൊരു സഖീഷു പാപദുഃഖം എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോ താൻ കേൾക്കും. എന്തു നല്ലോ സഖിയേഷു ഭാരദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ്ക നിമിത്തം ഉണ്ടോ ഭാരം. യേശുവോടല്ല എല്ലാം നീത്രം മറ്റാരുമില്ല. ക്ഷീണമെല്ലാം അറിയുന്ന മിത്രം.
അടയാളങ്ങളുടെ ആരംഭമാണ്. അതിന്നും തുടരുകയാണ്. 2000 വർഷം കഴിഞ്ഞിട്ട് ഇന്നും തുടങ്ങിയ ഈ 2022 നവംബർ മാസം 2-ാം തീയതിയും അത് തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ബഥേലേദി സഭയുടെ ഉപവാസ പ്രാർത്ഥനയിലും ആ അടയാളം ഇങ്ങനെ തുടരുകയാ. കണക്കുകൾ തെറ്റിയവരെ പറ, യേശുവേ ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി, എൻ്റെ കണക്കൂട്ടുകൾ തെറ്റി. യേശു അവിടെ വന്നു, അവിടെ അത്ഭുതം ചെയ്തു. അടുത്ത അടയാളം 4-ാമത് അധ്യായത്തിൻ്റെ 46 വാക്യങ്ങൾ. അതും കാനാവാണ്. അവിടെ വന്നൊരു മകൻ, രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഭൂമിയിലുണ്ടായിരുന്നു. അവൻ യേശു ഉണ്ടെന്ന് കേട്ടിട്ട് ഓടി വന്നു. എൻ്റെ മകൻ മരിപ്പാറായിക്കൊണ്ട് അവനെ വന്ന് സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട് പറഞ്ഞു, രാജഭൃത്യൻ അവനോട്, കർത്താവേ 49, കർത്താവെ പൈതൽ മരിക്കും മുമ്പ് വരണമേ. യേശു അവനോട് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. നിവർത്തിയില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു, പൊയ്ക്കോ. ഇതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. ഒരു വാക്ക് മതി, പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. അവൻ പോയപ്പോൾ താണ്ട് അടുത്ത ആൾക്കാർ വരുന്നു, അവൻ്റെ ദാസന്മാർ അവനെ എതിരെ വരുന്നു. നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അത്ഭുതമായി. അവൻ ചോദിച്ചു, എപ്പോഴാ? അപ്പോൾ ഇന്നലെ നടക്കാൻ തുടങ്ങിയതായിരിക്കണം. പറഞ്ഞു, ഇന്നലെ അവന് ഭേദം വന്ന നാഴിക ഇന്നലെ 7 മണി. അത് കർത്താവ് പറഞ്ഞ സമയം എന്ന് കണ്ടു. ഇത് അടയാളങ്ങളിൽ എത്രാമത്തെ അടയാളം? 2-ാമത്തെ അടയാളം. എന്താണ് ഈ അടയാളം? ഒരു അപ്പൻ മകന് വേണ്ടി വന്നു. ദൂരെയാ, എൻ്റെ കുഞ്ഞിന് മരിപ്പാറായി. ഒരപ്പൻ മകന് വേണ്ടി വരികയാ, എൻ്റെ കുഞ്ഞ് മരിക്കാറായി. കർത്താവ് കൂടെ വരണമെന്ന് അവൻ ആഗ്രഹിച്ചത്. പക്ഷെ കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു, പിന്നെ വരത്തില്ല. പോയി. പോകുമ്പോൾ താണ്ട് ഭൃത്യര് വരുന്നു. സൗഖ്യമായി. ആകാംക്ഷയോട് ചോദിച്ചാണ്, കുഞ്ഞ്? അവർ പറഞ്ഞു, സൗഖ്യമായി. എപ്പം? 7 മണി. അവന് മനസ്സിലായി, ഇന്നലെ യേശു പറഞ്ഞ സമയമാണ്. അടയാളങ്ങളിൽ 2-ാമത്തെ അടയാളം എന്താ? ദൂരെ പ്രവർത്തിക്കും കർത്താവ്. ഇത് ഞാൻ ധ്യാനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യം. വിദേശത്തേക്ക് പോകുക കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് ഞായറാഴ്ച രാത്രി പോകണം. ടിക്കറ്റെല്ലാം എടുത്തു. മെയിൻ ഒരു മീറ്റിംഗ്, പ്രീ പ്ലാൻഡ് മീറ്റിംഗാണ്. പോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. സഹോദരി ഐസിയുലാണ്, തീരെ ക്ഷീണിത. അപ്പം ഞാൻ ചെന്നപ്പോൾ അവളോട് ചോദിച്ചു, നീ പോവുക അല്ലേ? പോയാൽ കുറച്ച് ദിവസമുണ്ട്. അപ്പം മരിച്ചാൽ ഐസിയുലാണ്. മാസ്കും കട്ടിച്ച് ചോദിച്ചു, നീ വരുമോ? ബോഡി വെക്കണോ അതോ അടക്കണോ? പോവല്ലേ, ഒരു ഉമ്മ വന്നിട്ട് പൊക്കോ, വരാനൊത്തില്ലെങ്കിൽ. പിറ്റേ ദിവസം ഞായറാഴ്ച പോവുകയാണെങ്കിൽ സഭയിൽ പറയണം, പോകണോ വേണ്ടായോ. ശനിയാഴ്ച രാത്രി എല്ലാവരും ഉറക്കം വരുന്നില്ല. ഞാൻ പുറത്തിറങ്ങി ഈ വാക്യാണ് കിട്ടിയത്. വായിച്ചപ്പം ഒരു ദൂത് കിട്ടി. ഇവിടെ നിന്ന് കൊണ്ട് രാജഭൃത്യൻ്റെ മകനെ സുഖപ്പെടുത്തി കഫർന്നഹൂമിൽ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാന ടു കഫർന്നഹൂം. ഏതാണ്ട് ഞാൻ നിന്ന സ്ഥലത്തു നിന്ന് പെങ്ങട കിടക്കുന്നിടം വരെയുള്ളൊരു ദൂരമാണ്, 28 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. എനിക്കൊരു ധൈര്യം കിട്ടി. ഞാൻ പോയി തിരിച്ചു വന്നു. എനിക്കൊരു കർത്താവിനെ അറിയാം. ഇവിടെ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ച അകലെ അത്ഭുതം ചെയ്യുന്നൊരു കർത്താവുണ്ട്. അടയാളങ്ങളിൽ 2-ാമത്തെ അടയാളം, അകലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ രാജഭൃത്യം വന്ന് പറഞ്ഞു, കുഞ്ഞ് പൊയ്ക്കോ. ആ ഒറ്റ വാക്കിൻ്റെ പ്രകമ്പനം കിലോമീറ്ററുകൾക്കപ്പുറേ. കഫർന്നഹൂമിൽ പ്രയാസപ്പെട്ട് കിടന്ന കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് കാരണമായെങ്കിൽ ഇന്നും അകലങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവുണ്ട്. അകലങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ അത്ഭുതം നടക്കും. ഒരു പക്ഷേ കേരളത്തിലോ, ഒരു പക്ഷേ കാനഡയിലോ, UK-യിലോ, ബാംഗ്ലൂരിലോ, വിദേശത്തോ, എവിടെയാട്ട്, ഗൾഫിലോ, മിഡിൽ ഈസ്റ്റിലോ, അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കും. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ കുഞ്ഞ്, എൻ്റെ ഇന്ന വിഷയം, അവിടെ ഒരത്ഭുതം ഇപ്പം ചെയ്യണേ.
എവിടെ? അവിടെ. പ്രാർത്ഥിക്കാമോ? അകലങ്ങളിൽ അത്ഭുതം ചെയ്തു. രണ്ടാമത്തെ അടയാളം. അങ്ങനെയെങ്കിൽ ഇന്ന് ബഥേലേജി സഭയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വീട്ടുകരിയുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ദൂരെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യും. അകലങ്ങളിൽ ഒരത്ഭുതം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അകലങ്ങളിൽ അത്ഭുതം. പറ. സ്ഥലപ്പേര് പറയണം. ആരും വെറുതെ ഇരിക്കരുത്. സ്ഥലപ്പേര് പറയണം. സ്ഥലപ്പേര് പറഞ്ഞിട്ട് ഇന്നതാണ് വിഷയം. എൻ്റെ കുഞ്ഞ് കഫർന്നഹൂമിൽ ദീനമായി മരിപ്പാറായി കിടക്കുക, ബാ പൊയ്ക്കോ, സുഖപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നാം വിശ്വസിച്ചു സ്വീകരിച്ചാൽ അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം നമ്മുടെ അനുഭവമാക്കി മാറ്റും. അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം നമ്മുടെ അനുഭവമാക്കി മാറ്റും. അകലങ്ങളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുക. കേരളത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുക. മിഡിൽ ഈസ്റ്റിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുക. ദുബായിൽ, ദോഹയിൽ, ഖത്തറിൽ, ഹല്ലേലൂയ, മസ്കറ്റിൽ, കുവൈറ്റിൽ, എവിടെയാണോ അവിടെ ഒരു അത്ഭുതം. കർത്താവേ, പഠിക്കാൻ പോയ കുഞ്ഞ് കാനഡയിൽ, അവിടെ ഒരു അത്ഭുതം. കെട്ടിച്ചു വിട്ട മകള് അമേരിക്കയിൽ, ഒരു കുടുംബ പ്രശ്നം, അവിടെ ഒരു അത്ഭുതം. യേശുവിൻ്റെ നാമത്തിൽ പറ. ഇന്നടത്ത് ഒരു പ്രശ്നം. അതനം ഋഗജം രഗനം രഗജം. അകലങ്ങളിലേക്കൊരു ദൈവപ്രവൃത്തി, അകലങ്ങളിലേക്കൊരു ദൈവപ്രവൃത്തി അയക്കപ്പെടും. ഇന്ന് എനിക്ക് അങ്ങനെ അകലെ ഒരു വിഷയമുണ്ട്. അകലങ്ങളിൽ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്. അകലങ്ങളിൽ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയല്ല, അങ്ങ് ദൂരെ ഒരു വിഷയം എനിക്കുണ്ട്. ആ വ്യക്തി ഇവിടെ ഇല്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അടയാളം നമ്മുടെ അനുഭവമാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. കർത്താവ്, നിങ്ങൾ സ്ഥലം പറയുക. നിങ്ങൾക്ക് ദിക്കറിയാമെങ്കിൽ ആ ദിക്കിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുക. ദിക്കറിയാമെങ്കിൽ ദിക്കിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുക. എവിടെയോ ദൂരെ ഒരത്ഭുതം കർത്താവ് ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. ദൂരെ ഒരത്ഭുതം കർത്താവ് ചെയ്യും. ദൂരെ ഒരത്ഭുതം കർത്താവ് ചെയ്യും. പ്രാർത്ഥിച്ച് ആ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇവിടെ ദൂരെ കർത്താവ് ഇന്നടത്താണ്. നിങ്ങൾ സ്ഥലം പറയണം, വിഷയം പറയണം, വ്യക്തിയോട് പറയണം. ആരോട് പറയണം? യേശുവിനോട് പറയണം. എല്ലാം യേശുവോട് ചെന്നാൽ അവൻ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്പരമേറെ അറിയുന്ന, ക്ഷീണമെല്ലാം അറിയുന്ന ഒരു സ്നേഹിതൻ ഇതുപോലെ വേറെ ആരുമില്ല. ഇന്നടത്ത് വിഷയം പറഞ്ഞ് ആ ദിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉദ്ദേശം കൈനീട്ടി പ്രാർത്ഥിച്ച്, കർത്താവ് ഇന്ന ദിക്ക അവിടെ എവിടെയാണ്, ഏകദേശം ഇവിടുന്ന് കൊണ്ട് അത് ലൊക്കേറ്റ് ചെയ്യാമെങ്കിൽ ആ ദിക്കിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. റഗന ഹദന. വടക്കിനോട് തരിക, തെക്കിനോട് തടയരുത്. കിഴക്ക്, പടിഞ്ഞാറ്, യേശുവിൻ്റെ നാമത്തിൽ അതനം ഋഗനം രഗജം ഋഗനം ശകനം. കർത്താവ്, നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആരുടെയോ രോഗം യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. മിഡിൽ ഈസ്റ്റിൽ ജോലിയോടുള്ള ബന്ധം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. പഠിക്കുന്നിടത്ത് പ്രശ്നം, കുരുക്ക് അഴിയട്ടെ. അത്തന റിക്കന രക്കന രക്കന രകനക രന്ത റിക്ക ദാന ഉടകം പടകം പടകം ദരകം ശകനം തകന. കെട്ടിച്ചുവിട്ട കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കുടുംബ പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ ഇടപെടൽ അവിടെ നടക്കട്ടെ. കല്ലുപോലുള്ള മനസ്സുകൾ മെഴുകുപോലെ ഉരുകട്ടെ. അത്ത നിക്കേ ദാനേ ശന്തേ. ഇന്നലെ രാവിലെ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞതുപോലെ രണ്ട് തണ്ടുകളെ ഉരുക്കി ചേർക്കുന്നത് പോലെ എവിടെയോ വിഘടിച്ചു പോയതിനെ ഒരുമിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ ആ വീട്ടിൽ നടക്കട്ടെ. അകലെ ഒരത്ഭുതം നടക്കുകയാണ്. അകലങ്ങളിൽ ഒരു പ്രവൃത്തി. റെക്കന ദിക്കന റെക്കനകരം ഋഗനം ക്ഷാനം ധേരം പറഞ്ഞു പ്രാർത്ഥിച്ച്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ കേൾക്കുകയല്ല. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അകലങ്ങളിൽ റക്ക ദിഗന. ഇന്നലെ ഇവിടെ പറഞ്ഞ രോഗികൾ അവരെവിടെയാണോ അവിടെ ഒരു സുഖം. ഇവിടെ പ്രത്യേകമായിട്ട് സഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഭവനങ്ങളിലാണോ, ഹോസ്പിറ്റലാണോ, ദൂരെ വീടുകളിലാണോ, നാട്ടിലാണോ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ സൗഖ്യം. ഇവിടുന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി അകലങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. അത്ഭുതങ്ങൾ നടക്കുന്നു, അകലങ്ങളിൽ നടക്കുന്നു. അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം അകലങ്ങളിലുള്ള അത്ഭുതം. രേഖനാഥ രക്ഷരംദേ റിഗനേ രഗനേ രംദല ഹത്തന റിഖത്താരം വൈഡകരംദം ധേരപരക്ഷം ധീരപരംദം ധേരകരാജം. പൊയ്ക്കോ, ഗോ.
അകലങ്ങളിൽ തെറ്റിയ കണക്കുകളുടെ മേൽ അകലങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി. അടകം ശകന ദിഗന രഗജ രബന ഹതന റിഗൽ. യേശുവേ, ലൈവിലിരുന്നു കൊണ്ട് കാണുന്നവർ, അവിടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരെ നൊമ്പരപ്പെടുത്തുന്ന വിഷമങ്ങൾക്ക് വേണ്ടി അകലങ്ങളിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കട്ടെ. അത് ഞങ്ങളുടെ അനുഭവമായി മാറട്ടെ. രണ്ടാമത്തെ അടയാളം ഞങ്ങളുടെ അനുഭവമായി മാറട്ടെ. അങ്ങനെ അകലങ്ങളിൽ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. അതോർത്ത് ഞാൻ ഉപവാസത്തോടെ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊന്ന്, പ്രാർത്ഥനാ വിഷയമുള്ളവരൊന്ന് കരം ഉയർത്തിക്കേ. അകലെ പ്രാർത്ഥിച്ചേ. നിങ്ങളത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്. പിതാവേ, എളിവൻ ഈ വചനം പറയുക, അകലെ ഒരു അത്ഭുതം ചെയ്തെന്ന്. അത് 2000 വർഷം മുമ്പ് യേശു കാനാവിൽ വീണ്ടും ചെയ്തെങ്കിൽ, കഫർന്നഹൂമിലെ രാജഭൃത്യൻ്റെ മകന് വേണ്ടി ചെയ്തെങ്കിൽ, ബേഥേലിൽ ചർച്ച ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന അവരുടെ കുഞ്ഞിന് വേണ്ടി ചെയ്യണേ. അവരുടെ മോന് വേണ്ടി, മോക്ക് വേണ്ടി ചെയ്യണേ. അവരുടെ മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി, കൂടപ്പുറപ്പിന് വേണ്ടി ചെയ്യണേ. അങ്ങനെ ഒരു അത്ഭുതം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ആ വിഷയങ്ങളെ ദൈവം ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം. അത് സാക്ഷ്യങ്ങളായി പുറത്തു വരട്ടെ. ദൈവസഭയുടെ സാക്ഷ്യമായി മാറട്ടെ. അകലെ പ്രവർത്തിച്ച ദൈവപ്രവൃത്തി, അകലെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. അകലെ ചില കെട്ടുകൾ പൊട്ടട്ടെ. അകലെ ചില കെട്ടുകൾ പൊട്ടട്ടെ. രാജ റൈഡ രഗന രഗല ദിഗന രബന ഹതന. ഇരുകരങ്ങളും ചേർത്തടിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ചാരാധിച്ച്, ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. ആരും ഇവിടെ കാഴ്ചക്കാരില്ല. അകലങ്ങളിൽ അത്ഭുതങ്ങൾ, അകലങ്ങളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. രണ്ടാമത്തെ അടയാളം, അകലെ എവിടെയോ അത്ഭുത ദൈവപ്രവൃത്തി. റിഖ നഗ ധന ധിര ബന ശക നഗ ദുര ജഗന ഹതന റിഗന റബന അന്ത രഗജ റബന ഹതന റിഗന. കുരുക്കടിയട്ടെ. എത്ര കടുംകെട്ട് വീണ കെട്ടുകളാണെങ്കിലും, എത്ര പ്രതിസന്ധി ആണെങ്കിലും അത് അടിയട്ടെ. അകലെ 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 അകലെ. അടക മനക രഗജ രബന ഹതന റിഗല രഗജ രബന ശകന ധിഗന രഗജ രഗന ഹതന റിഗജ. അകലെ 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 അകലെ. യേശുവേ, യേശുവേ നന്ദി അപ്പ, നന്ദി 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 നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അകലെ 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 അത്ഭുതം, അടയാളങ്ങൾ. രണ്ടാമത്തെ അടയാളം ഞങ്ങളുടെ അനുഭവം. ശബന ഘടക നഗജ രബന ഹതന റിഗല രഗജ രബന ഹതന റിഗജ രഗന ദഗന. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് കരഘോഷത്തോടെ, ഉച്ചനാദത്തോടെ, സ്തോത്രത്തോടെ, വിശ്വാസത്തോടെ, നന്ദിയോടെ യേശുവേ, യേശുവേ, യേശുവേ. അകലെ രാജ രഗജ റിബന ഹതന രഗല രഗജ രബന ഹന്ത രഗജ രാജ ശൈത വന്ധ രഗജ ഋഗജ റിബന ഹതന. ദൂരെ 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 അത്ഭുതങ്ങൾ. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ദൈവപ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലുള്ള ചിലർക്ക് വേണ്ടി അത്ഭുതകരമായൊരു ദൈവപ്രവൃത്തി. അകലങ്ങളിൽ ചില കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ.
കേസുകളുമായി ബന്ധപ്പെട്ട ഒരു ദൈവപ്രവൃത്തി. പറയുന്നു രാജഭൃത്യൻ, എന്താണ് പറക? അങ്ങ് ദൂരെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നീ പൊയ്ക്കോ, നിന്റെ കുഞ്ഞിന് എന്ത് വന്നിരിക്കുന്നു? സുഖപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ അടയാളം, 5-ാമത്തെ അധ്യായം, യോഹന്നാൻ 5, മൂന്നാമത്തെ അടയാളം. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന പേര്, എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അതിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. എന്നാൽ അവിടെ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 38 ആണ്ട്. യേശു കർത്താവിന് അന്നേരം എത്ര വയസ്സ് കാണും? 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ്, 33-ൽ മരണപ്പെട്ടു. ഏതായാലും 38 ഇല്ല. അപ്പോൾ ഈ രോഗം ആരെക്കാട്ടി മൂത്ത? യേശുവിനെ കാട്ടി മൂത്ത. യേശു കർത്താവിനറിയാം, താൻ എല്ലാം അറിയുന്ന കർത്താവ് സർവജ്ഞാനത്തിൽ ഈ രോഗിയെ കണ്ടിട്ടുണ്ട് ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ്. ഈ 30 വർഷം വന്നോ? ഇല്ല. കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ സമയം തക്ക സമയമാണ്. നമ്മൾ ചിലപ്പോൾ ലേറ്റ് എന്ന് വിചാരിച്ചാലും കർത്താവ് വരും. സമയത്ത് വന്നു. 38 ആണ്ടായിട്ട് കിടക്കുക. കിടന്നോരും മനുഷ്യൻ, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. എനിക്കൊരു കർത്താവിനെ ഇഷ്ടമായത്, നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ കിടക്കുന്നത് കാണുന്നൊരു കർത്താവുണ്ട്. 2, അറിയുന്നൊരു കർത്താവുണ്ട്. എന്തുമാത്രം പേരവിടെ കിടപ്പുണ്ട്, പക്ഷേ കാണുന്നൊരു യേശു. മൾട്ടിറ്റ്യൂഡ് ഇൻ സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയത്തില്ലേ, പുരുഷാരത്തിൻ്റെ ഇടയിലും കാണുന്ന ഒരു കർത്താവുണ്ട്. ഉണ്ടോ? ഉണ്ടോ? കാണുന്നൊരു യേശു. 2, യേശു ഇത്ര കാലമായി എന്ത് അറിഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അറിയുന്ന യേശുവാണ്, കാണുന്ന യേശുവാണ്. ഇസ്രായേൽ മക്കളോട് കർത്താവ് എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു 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 കണ്ടു, നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ അറിയുകയാണ്. കർത്താവിൻ്റെ പ്രത്യേകത കാണും, അറിയും. അറിയുന്നൊരു യേശു. ഇത്ര കാലമായി കിടക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവ് വീണ്ടും ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ ചോദിച്ച പോലെ ഏസോർണോ പറയണം. പക്ഷേ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ കുളം കലക്കുമ്പോൾ എന്നെ എടുത്തിറക്കാൻ എന്തില്ല? ആരുമില്ല. അപ്പോൾ അവൻ്റെ നൊമ്പരം, ഏറ്റവും വലിയ നൊമ്പരം, അവൻ ആരുമില്ലെന്നുള്ള നൊമ്പരമാണ്. കൊണ്ടാക്കിയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അത് സ്വാഭാവിക. 38 ആണ്ട് മുമ്പ് കൊണ്ടാക്കിയപ്പം വലിയ വണ്ടിയൊക്കെ പിടിച്ചായിരിക്കും വന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എന്തോ ഒരു ബഹളവും ആരവാരവും ഒക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. പിന്നെ ആഴ്ചയിൽ 1 വന്നു, പിന്നെ 2 ആഴ്ച കൂടും വന്നു, പിന്നെ മാസത്തിൽ 1 വന്നു, പിന്നെ 3 മാസമായി, പിന്നെ വരാതായി. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ കർത്താവ് വരും. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ കർത്താവ് വരും. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ കർത്താവ് വരും. ആദ്യത്തെ മൂച്ചിന് എല്ലാവരും കാണും. ഇതാണ് രോഗികളൊക്കെ ആദ്യം ഒരു പ്രയാസമൊക്കെ ഉണ്ടായാൽ എല്ലാവരും വരും. പിന്നെ വരവ് കുറയും. ഏറ്റവും ഒടുവിൽ മരിച്ചു എന്നുള്ള ഫോട്ടോ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറയും, മരിച്ചില്ലായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു, അയ്യോ ഞങ്ങൾ ഓർത്ത് മരിച്ചു പോയെന്ന്. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ വരുന്ന ഒരു കർത്താവുണ്ട്. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ കർത്താവ് വന്നു. കർത്താവ് വന്ന് ചോദിച്ചു, എനിക്ക് ആരുമില്ലെന്നുള്ളവൻ്റെ അടുക്കൽ വരുന്നൊരു യേശുവുണ്ട്. ആരുമില്ലാതാകുമ്പോൾ ആര് വരും? യേശു വന്നു. ആരുമില്ല, എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തെ എനിക്ക് മുമ്പായി ഇറങ്ങുമെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ കിടക്ക എടുത്ത് നടന്നു. മൂന്നാമത്തെ അടയാളം, ആണ്ടുകൾ പഴക്കമുള്ള കാലപ്പഴക്കമായ പ്രതിസന്ധികളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര ആണ്ടായത്? 38 ആണ്ടായി. 38 ആണ്ട്. കാലപ്പഴക്കം കുറേയായി. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, പഴക്കമുള്ള രോഗങ്ങളുടെ മേൽ, പഴക്കമുള്ള പ്രതിസന്ധികളുടെ മേൽ, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം, 8 വർഷം, 10 വർഷം, 12 വർഷം. ആദ്യത്തെ 1 വർഷം മക്കളായോ? ഇല്ല. സാരമില്ല. 2 വർഷമായോ? ഇല്ല. അവർ ചിലപ്പം ഇപ്പം വേണ്ടാന്ന് വെച്ചായിരിക്കും. 3 വർഷമായി, 4 വർഷമായി, കുഴപ്പമില്ല. 5 വർഷമായി, 10 വർഷമൊക്കെ ആയാം. 10 വർഷമായോ? 10 വർഷമായോ? പക്ഷെ 10ഉം 12ഉം വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആണ്ടുകൾ പഴക്കം എടുക്കും തോറും പ്രതീക്ഷ അസ്തമിക്കും.
പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുക. അങ്ങനെയെങ്കിൽ പഴക്കമുള്ള രോഗങ്ങളുടെ മേൽ, പഴക്കമുള്ള ദാമ്പത്യത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി, പഴക്കമുള്ള ചില പ്രതിസന്ധികളുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ബെഥെസ്ദായി മൂന്നാമത്തെ അടയാളം, കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു കർത്താവ് കരമുയർ. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഡയബറ്റിക്ക് എത്ര നാളായി? 5 വർഷം, കുഴപ്പമില്ല. 6 വർഷം, കുഴപ്പം. 10 വർഷം, കുഴപ്പമില്ല. ഞങ്ങളുടെ റാന്നിയിലൊരു അപ്പച്ചനുണ്ട്, കപ്പാമുട്ടിലെ അപ്പച്ചൻ, 93 വർഷമായി. 50 വർഷമായി ഉണ്ടായി അപ്പച്ചൻ്റെ ഡയബറ്റിക്ക്. മെഡിക്കൽ സയൻസിന് പോലും അത്ഭുതം. ഇപ്പോഴും അപ്പച്ചൻ്റെ ക്രിയാറ്റിൻ 0.8, 93 വയസ്സായി. എന്തുപോലെ അത്ഭുതമാണ്! കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു ക്രിസ്തുവുണ്ട്. പഴക്കമുള്ള എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യും. ഇത്ര ആണ്ടായിട്ട് വിവാഹം കഴിഞ്ഞു, മക്കളില്ലാത്ത ദമ്പതികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആണ്ടായി ഞങ്ങൾക്ക് മക്കളില്ല, ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു കർത്താവുണ്ട്. കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു കർത്താവുണ്ട്. പ്രാർത്ഥിച്ച്, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ച്, കണ്ണടച്ച് നിങ്ങളുടെ രോഗം, കർത്താവെ ഇത്ര ആണ്ടായി, ഡയബറ്റിക് ഇത്ര വർഷമായി, ഇപ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്ന, കാല് നീരായി, ഡോക്ടറും പറഞ്ഞു ഇത്ര വർഷം കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ആരംഭിക്കുക, ഇത്ര വർഷം കഴിഞ്ഞാൽ ഇന്നർ ഓർഗൻസിനെയൊക്കെ ബാധിക്കുക, അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു കർത്താവ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ഇത്ര വർഷമായ രോഗം, ഇത്ര വർഷമായ പ്രശ്നം, ഇത്ര വർഷമായ കേസ്, ഇത്ര വർഷമായി ആ ലഹരി. ചെല്ല പറയും, എനിക്ക് ലഹരിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ 10ാമത്തെ വയസ്സിൽ വലിക്കാൻ തുടങ്ങിയതാ, 18ാമത്തെ വയസ്സിൽ കുടി തുടങ്ങിയതാ. എന്നാൽ ഇത്ര വർഷമായ കുടിയെ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ കുഞ്ഞുനാളിൽ തുടങ്ങിയ വലികൾ നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ തുടങ്ങിയ മദ്യപാനം നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഒറ്റ ദിവസം മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ. ആണ്ടുകൾ പഴക്കമുള്ള ലഹരി ബന്ധനങ്ങൾ, ആണ്ടുകൾ പഴക്കമുള്ള ദുശീലങ്ങൾ യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടും. കാലപ്പഴക്കങ്ങളായി കൊണ്ടു നടക്കുന്ന ചില ദുശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ബന്ധനം അഴിയട്ടെ. ലഹരിയുടെ മായാ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന പട്ടണം യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ റകന കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ ഇവിടെ ഒഴുകുമ്പോൾ സഭ പ്രാർത്ഥിക്കും. ലഹരിക്ക് വർഷങ്ങളായി അടിമപ്പെട്ട ചിലത്, കാലപ്പഴക്കങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടത്, ഇനിയും അത് പുറത്തു വരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു വരട്ടെ. ചില വർഷങ്ങളായ രോഗക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. വർഷങ്ങളായ ആമവാദം പോലെയുള്ള ആർത്രൈറ്റിസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. വർഷങ്ങളായ സന്ധിവാദം യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. വെരിക്കോസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. റിഗന പടകന ഹതന റിഗന ഹതന യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ കാലപ്പഴക്കങ്ങളായി കൊണ്ടു നടക്കുന്ന, വർഷങ്ങളായി കുടുംബ ജീവിതം ആരംഭിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് ആരാധിച്ച് ഈ സമയത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലപ്പഴക്കങ്ങളായി കൊണ്ടു നടക്കുന്ന ചില മേഖലകളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അടകം പടകം ശകനം ധികനം രഗജം ദഗനം ധാരം ധേരം. നിങ്ങൾ സ്തുതിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാലപ്പഴക്കങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളെ, ഇത്ര വർഷമായ കടം, ഇത്ര വർഷമായ പ്രതിസന്ധി, ഇത്ര വർഷമായ കുരുക്ക്, ഇത്ര വർഷമായി പാസ്റ്ററെ ഞങ്ങൾ ഇത്ര വർഷമായി അവിടം തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ്. പക്ഷേ ഒരു 5-8 വർഷമായി ഒരു തരത്തിലും പുറത്തു വരാൻ കഴിയാത്തതുപോലെ കുരുങ്ങിപ്പോയ ചില മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ച് ക്രോണിക് ഡയബറ്റിക് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അട്ടിപ്പിടരുകളാൽ സൗഖ്യം വന്നും ഇരിക്കുന്നുള്ള വചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കുക. അതനം ഋഗജം രഗനം ശകനം ദിഗനം ദഗനം ദഗനം അത്തര ഭക്ഷണ വൈഡക രന്ധന രേഖന ഹന്തന ഋഗന അടയം മനയം ധനയം ദിനയം രഗജം. ആരും ഇന്ന് പകല് വെറുതെ ഇരിക്കരുത്. ഇവിടെ ആരും കാഴ്ചക്കാരില്ല.
ഇവിടെ ആരും കാണാൻ വന്നിട്ടില്ല, ആരും ശുശ്രൂഷയ്ക്ക് മാർക്കിടാൻ വന്നവരല്ല. നാം ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, കാലപ്പഴക്കങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഇനിയും അതിൽ നിന്ന് മോചനമില്ല, ഇതെൻ്റെ വിധി, ഇതെൻ്റെ വിധി, ഇതെൻ്റെ വിധി, ഇതെൻ്റെ വിധി, ഇതെൻ്റെ വിധി, ഇനി എനിക്കൊരു മാറ്റമില്ലെന്ന് ചിന്തിക്കുന്ന ചില രോഗബന്ധനങ്ങൾ, ചില കെടുത്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. കാലം 38 ആണ്ട് ഇവിടെ ഇത്ര കാലമായി ഇന്ന് അറിയുന്ന ഒരു യേശുവുണ്ട്. നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മയില്ല, നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത്ര കാലമായെന്നറിയുന്ന കർത്താവ്, ഇത്ര കാലമായെന്നറിയുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്ര കാലമായി ലഹരിയുടെ ബന്ധനം, ഇത്ര കാലമായി ആ കുഞ്ഞിനെ ഇത് കുരുക്കിയിട്ട് ഇത്ര കാലമായി, ആ പ്രണയ കുരുക്ക് ഇത്ര വർഷമായി. യേശുവിൻ്റെ നാമത്തിൽ അത് അഴിയട്ടെ. എർക്കന റിക ലഗതന അന്തന സ്തുതിച്ചാരാധിക്കുക, സ്തുതിച്ചാരാധിക്കുക. പ്രത്യേകിച്ച് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെല്ലോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ സംസാരിക്കുന്നു. കാലപ്പഴക്കങ്ങളായി നിങ്ങളുടെ ജീവിതം ഇനി ഇതെൻ്റെ വിധിയാണ്. വിധിയെ പഴിക്കുന്നവരെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ദൈവം തൻ്റെ ജനത്തിൻ്റെ വിധികളെ സ്ഥിതികളെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഓരകനം വടകം ശകനകരം ദേ രേഖലകത്തന റിക്കലമച്ചന വൈഡകരം തം അടകന ഘടകം ദിരകന ഘടകം ദരകന ഘടകം ശകനകരാജം അന്തരദേനിക രക്ഷണബന്ധുരി വൈഡകരം തന ദേകനകച്ച അർക്കനറിക്കന രകലകരം തന റികനകരക്ഷണ സൈതരബന്ധന. കർത്താവേ, കാലപ്പഴക്കങ്ങളായി കൊണ്ടുനടക്കുന്ന ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കാലപ്പഴക്കങ്ങളായ ചില കേസുകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. കാലപ്പഴക്കങ്ങളായ ചില തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. മൂന്നാമത്തെ അടയാളം, കാലപ്പഴക്കങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അറിയുകയാണ്, ഇത്ര കാലമായെന്ന് അറിയുന്നു, ഇത്ര കാലമായെന്ന് അറിയുന്ന ദൈവമേ. പിതാവേ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർഷങ്ങളായി കുടുംബജീവിതത്തിൽ മക്കളില്ലാത്ത പ്രിയപ്പെട്ടവർ, അവർക്ക് ഈ വചനത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. വർഷങ്ങളായി ചുമന്ന് പേറിക്കൊണ്ട് കിടക്കുന്ന ചില രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. അറബന ഹതന റിക ലഗതന അന്തന 38 ആണ്ട്, അത് ചിലർക്ക് 5 ആണ്ട്, 10 ആണ്ട്, 18 ആണ്ട്, 20 ആണ്ട്, 30 ആണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കെടുതികൾ, കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് സുഖപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉച്ചിരസിൻ്റെ മുകളിൽ ഉയർത്തി എല്ലാവരും ചേർത്തെടുത്ത് വിശ്വാസത്തോട് പറഞ്ഞേ, കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവ്, ആരും ഇല്ലാതാകുമ്പോൾ എത്തുന്ന കർത്താവ്, അവൻ ഇത്ര കിടക്കുന്നത് കണ്ട് ഏറിയ കാലമായിരിക്കുന്ന അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ ചൊല്ലോ നീ എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർത്തൂടെ ചൊല്ലോ നീ. ആമേൻ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർത്തൂടെ ചൊല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർത്തൂടെ ചൊല്ലോ നീ. ഭാരമെന്നെ ജീവിക്കുവാ എൻ ഭാരമെല്ലാം ചുമന്നവനേ. ഭാരമെന്നെ ജീവിക്കുവാ എൻ ഭാരമെല്ലാം ചുമന്നവനേ. ഓ ആശ്രയം നീ മാത്രമൻ ആശയിൻ പ്രകാശമേ. ആശ്രയം നീ
ആമേൻ. ആശ്രയം നീ മാത്രമൻ ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആമേൻ. യേശുവേയൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, യേശുവേയൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർത്തൂടെ ചെല്ലോ നീ. സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ കണ്ണുനീർത്തൂടെ ചെല്ലോ നീ. കർത്താവിനോട് പറഞ്ഞു, നീ കിടക്ക എടുത്ത് നടക്ക. രണ്ടാമത്തെ ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, പൊയ്ക്കോ. ഇവിടെ പറഞ്ഞു കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞു. നടന്നു. അപ്പോൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പം പറയുകയാണ് 14-ാമത്തെ വാക്യം, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അടുത്തത്, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ സൗഖ്യം കിട്ടിയാൽ, അത്ഭുതങ്ങൾ കണ്ടാൽ, അടയാളങ്ങൾ ജീവിതത്തിൽ നടന്നാൽ ഒരു കാര്യം ഓർത്തോണം, വീണ്ടും കുരുക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. അത് വളരെ ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. എവിടെയൊക്കെയോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാലങ്ങളിലൊക്കെ ഉണ്ടായി. റോമലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ചെറിയ ഉപദേശങ്ങളിലൂടെ ഒക്കെ പോയപ്പം പറഞ്ഞു, നമ്മൾ കപ്പലിലാണ്, കപ്പലിൽ നിന്ന് വീണാലും എങ്ങോട്ടാണ് വീഴുക? അല്ല, കപ്പലേ വീണാൽ കപ്പലിൽ തന്നെ വീഴും. പുറത്തൊക്കെ പോയി എന്നാലും എവിടാ? കപ്പലില്ല. പക്ഷെ പഴയ ആൾക്കാർ പറയും വള്ളത്തെ വീണവനെ കൊള്ളത്തില്ലെന്ന്. കാരണം വള്ളത്തെ വീണ. അപ്പോൾ കൃപ ലൈസൻസ് അല്ല, ആണോ? ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുക, യൂത്ത് മീറ്റിംഗാണ്. അപ്പം കുറേ പിള്ളേർ സെറ്റ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഭയങ്കര കൊച്ചാക്കാൻ വേണ്ടി ഈ പല ആർഗ്യുമെൻസും ഈ അറിയാൻ വേണ്ടിയല്ല, ഷോ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവരെൻ്റെ അപ്പായി എടുത്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു. കുറേ യുവ പാസ്റ്റർമാരിൽ ഒരാൾ ചോദിച്ചു, രക്ഷ നഷ്ടപ്പെടുമോ? അപ്പം മനസ്സിലായി ഇവർ കുരുക്കാൻ വേണ്ടിയാണ്. നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ നഷ്ടപ്പെടാനുള്ള വാക്യമുണ്ട്, നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവിടെ വാക്യമുണ്ട്, നഷ്ടപ്പെടത്തില്ല. ഇത് രണ്ടിനും കൂടെ കുരുക്കാൻ വേണ്ടി കളിയാക്കാൻ ചോദിച്ച. അപ്പോഴേക്കും അങ്ങ് സങ്കടമായിപ്പോയി. നമ്മൾ വളർത്തിക്കൊണ്ട് വന്നൊരു കൊച്ചനെ. അപ്പോൾ അവനെ നോക്കിയിട്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു വെളിപ്പാട് കാണുന്നുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകുന്നത്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് ശുശ്രൂഷ നിർത്തിയതാണ്, പിന്നെ ഇന്ന് വരെ ശുശ്രൂഷിച്ചിട്ടില്ല. അപ്പം കൃപ എന്തല്ല, രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്തെങ്കിലും ആട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി അടയാളങ്ങൾ കണ്ടാൽ പ്രാപിച്ചാൽ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. അടുത്ത അടയാളത്തിലേക്ക് നാം വരികയാണ്. എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത് അധ്യായം. ഇന്നലെ നമ്മൾ വൈകിട്ടത് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. അവിടെ കാണുന്നു, അനന്തരം ഇങ്ങനെ പോകുകയാണ്. പോകുമ്പോൾ 5-ാമത് യേശു വലിയൊരു പുരുഷാരം എൻ്റെ അടുക്ക വരുന്ന കണ്ടിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഒരുത്തിന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് എത്ര അപ്പം മതിയാകത്തില്ല? 200 അപ്പം. ഇത് കാൽക്കുലേറ്റഡ് അപ്രോച്ചാണ്. ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പലരും തുടങ്ങുമ്പോൾ പലത് കാര്യങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ക്രിസ്തീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ എന്ത് വേണ്ട? കാൽക്കുലേഷൻ വേണ്ട. സ്വതന്ത്രം ചെയ്തേ, എന്ത് വേണ്ട? കാൽക്കുലേഷൻ വേണ്ട. കാൽക്കുലേഷൻ ചെയ്താൽ ഒരു കാര്യവും നടക്കത്തില്ല. നടക്കുമോ? നടക്കത്തില്ല. ഒരു കാര്യവും കാൽക്കുലേഷൻ നടക്കത്തില്ല. കൺവെൻഷൻ നടത്താനാണെങ്കിലും, പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന നടത്താനാണെങ്കിലും, യോഗം നടത്താനാണെങ്കിലും, ഹോള് പണിയാനാണെങ്കിലും ഫണ്ടെല്ലാം റെഡിയായിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഇറങ്ങുമ്പോൾ എന്ത് വരും? ഫണ്ട് വരും. അതാണ് നമ്മുടെ എല്ലാ അനുഭവം. അങ്ങനെയാണെങ്കിൽ ഇവരൊത്തിരി കാൽക്കുലേറ്റ് ചെയ്തു. 200 പണം കൊണ്ട് അല്പാൽപ്പം എന്ന് പറഞ്ഞാൽ മൊത്തമൊന്നും കൊടുക്കാനൊത്തില്ല, ഒരു ബന്നും കാപ്പിയും കൊടുക്കാൻ പോലും തികയത്തില്ല. അപ്പോഴാണ് അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, അവൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മാനമുണ്ട്. കർത്താവ് പറഞ്ഞു, എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, 5000-ഓളം പുരുഷന്മാർ യേശു എടുത്ത് വാഴ്ത്തി 200 പങ്കിട്ട് കൊടുത്തു. എന്നിട്ട് കർത്താവ് ആദ്യം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആളുകളെ ഇരുത്തിവിനെന്ന് പറഞ്ഞു.
എന്നിട്ട് മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്ന 50 പേരെ ഇരുത്തി. കർത്താവിൻ്റെ പന്തിയിൽ നിന്ന് കഴിക്കണമെങ്കിൽ കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. അപ്പോൾ അച്ചായൻ പറയുകയാണ്, ഇന്ന് വരെ ഒരുത്തൻ്റെ മുമ്പിലും ഞാൻ ഇരുന്നിട്ടില്ല, എന്നെ അങ്ങനെ ഇരുത്താൻ ആരും നോക്കണ്ട. അങ്ങനെ പറയുന്നവർക്ക് ഈ പന്തിയിൽ നിന്ന് ഭക്ഷണമില്ല. കർത്താവിൻ്റെ പന്തിയിൽ നിന്ന് കഴിക്കണമെങ്കിൽ എല്ലാവരും ഇരിക്കണം. അങ്ങനെ പന്തിയായിട്ട് എന്ത് ചെയ്തു? ഇരുത്തിയിട്ട് ഇങ്ങനെ വാഴ്ത്തിയിട്ട് എന്ത് ചെയ്തു? നുറുക്കി. എണ്ണത്തിന്മേൽ അധികാരമുള്ള കർത്താവാണ്. ഇവിടെ എത്ര പുരുഷന്മാർ? 5000 പുരുഷന്മാരാണ്, ബാക്കി സ്ത്രീകളും കുട്ടികളും എല്ലാം ഇല്ലേ? പക്ഷേ ഇതെടുത്ത് വാഴ്ത്തി. 1, 2, 3, 4ാമത്തെ അടയാളം നമ്മൾ കാണുന്നു. എണ്ണത്തിൻ്റെ മേലധികാരമുള്ള കർത്താവുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ചെറുത്, ആവശ്യം വലുത്. എന്ത് ചെയ്യും അറിയില്ല. പക്ഷെ ഉള്ളതെടുത്ത് അങ്ങോട്ട് കൊടുത്താൽ അതിനെ വാഴ്ത്തി നുറുക്കി വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എണ്ണത്തിന്മേൽ ദൈവത്തിന് അധികാരമുണ്ട്. കയ്യിലുള്ളത് ചെറുതാ, ആവശ്യം വലുതാ. എന്ത് ചെയ്യും? കർത്താവിൻ്റെ കരത്തിലോട്ട് കൊടുത്തു. കർത്താവ് എടുത്തു, വാഴ്ത്തിയപ്പം ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ വാഴ്ത്തി ഉയർത്തിയപ്പോൾ നമുക്ക് തോന്നി നമ്മളങ്ങ് എലിവേറ്റഡായി, ഭയങ്കര സന്തോഷം. പക്ഷെ അത് കഴിഞ്ഞൊരു പ്രോസസ്സുണ്ട്. എന്തോ ചെയ്യും? നുറുക്കുന്നത് ഇച്ചിരി വേദനയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തണം, നുറുക്കിയാലേ വർദ്ധിപ്പിക്കത്തുള്ളൂ. തമ്പുരാൻ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നുറുക്കൽ പ്രക്രിയയിലൂടെ കൊണ്ടുപോകും. ആ നുറുക്കൽ എല്ലാവർക്കും പാടാണ്. പക്ഷെ തമ്പുരാൻ വർദ്ധിപ്പിക്കണേ എന്തോ കൊണ്ടുപോകും? നുറുക്കൽ. ഞാനൊരിക്കൽ കുറേ പേര് അത് എവിടെയൊക്കെ ആരാണ്ടത് കട്ട് ചെയ്തൊക്കെ ഇട്ടു. എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞത്, ദൈവം തമ്പുരാൻ ചിലപ്പോൾ നമ്മളെ അങ്ങ് നുറുക്കി ശരിയാക്കി കളയും. നുറുക്കെന്നൊക്കെ പറഞ്ഞാൽ ചിമ്മിണി നുറുക്കൊന്നുമല്ല, വല്ലാതെ നുറുക്കിക്കളയും, തകർത്ത് പണിത് നുറുക്കിക്കളയും. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഒത്തിരി പിള്ളേരൊക്കെ വീട്ടിൽ താമസമുണ്ട്. അന്നേരം ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കൂട്ടത്തിൽ ഒരു ഡ്രൈവറുണ്ട്. അവൻ തിരുവനന്തപുരംകാരൻ്റെ കൊച്ചനാണ്, നല്ല കൊച്ചനാണ്. ഒരു അക്രൈസ്തനായ ഒരു കുഞ്ഞാണ്. പക്ഷേ സച്ച് എ ജെൻറ്റിൽമാൻ, നമ്മളോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് കൂടെ വർഷങ്ങൾ നടന്ന ഒരു പയ്യനാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വേറൊരു പയ്യൻ താമസമായി. അവനെന്താ റാന്നി കോളേജിൽ പഠിക്കുക, ഡിഗ്രിക്ക് പഠിക്കുക. അവനവിടുത്തെ പ്രിൻസിപ്പളിനെ തല്ലുവോ ഉന്തുവോ ഒക്കെ ചെയ്തു എന്നൊക്കെ ഒരു വാർത്ത കേട്ടു. ഇവൻ്റെ അമ്മ വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണേ, അവനങ്ങ് പഴിച്ചു പോവുക. ഹലോ, അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നമ്മൾ പറഞ്ഞ് വീട്ടിൽ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ വീട്ടിൽ നിന്നാണ് കോളേജിൽ പോവുക. കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരാം. നല്ല ഇരുമ്പാണ് ചെറുക്കൻ. അവൻ്റെ മസിൽ എന്നൊക്കെ പറഞ്ഞാൽ ജേറിനറിയത്തില്ല, ഇത്രയുണ്ട് അവൻ്റെ മസിൽ എന്നൊക്കെ പറഞ്ഞാൽ 1.5 മസിലാണ് അവനെ. പിന്നെ ഗായങ്ങിലൊക്കെ പോയി ഇച്ചിരി അങ്ങ് അകന്ന് പോയി. അപ്പോൾ അവൻ ആരാണ്ടോടെല്ലാം പറഞ്ഞു, എൻ്റെ കൂടെ നടക്കുന്ന ഡ്രൈവറെ, ഞങ്ങളുടെ അപ്പായുടെ ഡ്രൈവറെ അടിക്കുമെന്ന് അടിക്കും. അപ്പോൾ ഇവൻ ഈ ഗായങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് പറഞ്ഞങ്ങ് തീർത്ത് വിട്ടേക്കാം. ഇനി ഈ അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം പുറകെ ഞാൻ തന്നെ പോകണം. അതിനും വേദം വിഷയം അങ്ങ് തീർക്കാം. ഞാനിവനെ വിളിച്ചു, മോനെ നീ എവിടാ? ഞാൻ ടൗണിൽ നിൽപ്പുണ്ട്, നീ ഇങ്ങോട്ടൊന്ന് വന്നേടാ. എന്തിനാ ചേച്ചാ? ഒരു കാര്യം സംസാരിക്കാൻ, നീ ഇങ്ങോട്ട് വന്നേ. അവൻ വന്നു. അവൻ്റെ അഴിച്ചിട്ട് സൈലൻസർ ബൈക്കൊക്കെ ആയിട്ട് അവൻ വന്നു മുറ്റത്തോട്ട് നിന്നു. ഒരു ടൈറ്റ് ബനിയനൊക്കെ ഇട്ടു, ഇത്രയുണ്ട് കൈ, ടൈറ്റ് ബനിയൻ. അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കെ. അവൻ ആ സിംഗിൾ സെറ്റ് ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബനിയനെ കയ്യെ നോക്കുന്നുണ്ട്, മസില. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനോട് നിനക്കെന്താ പ്രശ്നം? അവൻ പറഞ്ഞു, ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നൊരു പ്രശ്നമുണ്ട്, പക്ഷേ അവനിട്ട് ഞാൻ അടി കൊടുത്തിരിക്കും, ഇവനെ ഞാൻ അടിക്കും. എടാ എന്തിനാ അടിക്കുന്നത്? അതൊക്കെ ഞങ്ങളുടെ ഒരു രീതി, അടി കഴിഞ്ഞിട്ടെല്ലാം പറയാം. ഞാൻ പറഞ്ഞടാ വിട്ടുകളാ. ഞങ്ങളുടെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അടി, പിന്നെ കോംപ്രമൈസ്. അതാണ് ഞങ്ങളുടെ സ്റ്റൈല്. അപ്പോൾ ഇവനോട് ഇങ്ങനൊന്നും അല്ല, കുറേ നേരം കൊണ്ട് വർത്താനം പറയാം, അടി കോംപ്രമൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞടാ വിടടാ, നീ അങ്ങ് വിടറാ, ഞാൻ ക്ഷമ വയ്ക്കാടാ അവന് വേണ്ടി. അതിന് അച്ഛൻ ക്ഷമ വയ്ക്കണ്ട, അടി പിന്നെ കോംപ്രമൈസ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ ക്ഷിപ്ര ഗോപിയാണ്, മിലിറ്ററിക്കാരനാണ്. പുള്ളി പെതുക്കെ ക്യാൻവാസ് കസേര എഴുന്നേറ്റിട്ട് കമ്പ് ഉരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ? ഇത് ഞാൻ തീർക്കാം, നീ തീർക്കണ്ട. ഏതാ ക്യാൻവാസ് കസേരയുടെ കമ്പ് ഉരുക, ഞാൻ തീർക്കാം. ഞാൻ പറഞ്ഞു മിണ്ടരുത്, അവിടെ ഇരിക്കും, ഞാൻ തീർത്തോളാം, അവിടെ അങ്ങ് ഇരുന്നാൽ മതി. അടിച്ച് തീർക്കാൻ ഒക്കുമോ? പഴയ അപ്പൻ്റെ ആ അധികാരമൊക്കെ വേണ്ട, ഞാൻ തീർക്കാം, ഇവരൊക്കെ വേറെ പിള്ളേരാ. ഞാൻ പറഞ്ഞടാ വിടടാ, വിടത്തില്ല. എൻ്റെ പോനെ വിടടാ, വിടത്തില്ല. ഞാൻ പറഞ്ഞടാ പൊന്നു മോനെ വിടടാ. എടാ പപ്പായും കൊണ്ട് നടക്കുന്നതല്ല. അപ്പോൾ അവനെ അടിച്ചാൽ പപ്പ അടിക്കും. ഇവനെ ഓടിച്ചെന്ന് അപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പപ്പ എൻ്റെ പപ്പ, പക്ഷേ ഇവനെ ഞാൻ അടിക്കും. ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ പോയി. ഇവനിങ്ങനെ കസേര ഇരുന്ന് മസിലെ നോക്കുക.
എനിക്കങ്ങ് സങ്കടം, ദേഷ്യവും ദണ്ണവും എല്ലാം കൂടെ വന്നു. ഞാൻ ചെന്ന് ഇവൻ്റെ മുമ്പിലോട്ട് അങ്ങ് കമന്ന് വീണ് ഇവൻ്റെ കാലെ കെട്ടി അങ്ങ് പിടിച്ചു. എടാ, ഈ വിഷയം വിട്ടെന്ന് പറയാതെ ഞാൻ എഴുന്നേക്കത്തില്ല. അമ്മയും ബ്ലസ്സിയും അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ട്. നീ എപ്പം പറയുന്നു അപ്പോളെ ഞാൻ എടുക്കത്തുള്ളൂ. ഇവൻ എന്നെ 20-25 മിനിറ്റ് കാലേ കിടത്തി. ഇവൻ പറയത്തുമില്ല, ഞാൻ എഴുന്നേക്കത്തുമില്ല. നോക്കാം ആരാ ജയിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഇവളെല്ലാം കൂടെ കരഞ്ഞടാ, പറയടാ എൻ്റെ ചാച്ചൻ ചത്തുകൂടോ, എടാ പറയടാ, എടാ പറയടാ, എടാ പറയടാ, നീ അങ്ങ് പറയടാ വിട്ടെന്ന്. ഒടുവിൽ അവൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യും, എന്നാലും ഞാൻ എഴുന്നേക്കത്തുള്ളൂ. അവൻ പറഞ്ഞു വിട്ടു. ഞാൻ എഴുന്നേക്കുകയും ഞാൻ വളർത്തിക്കൊണ്ട് എൻ്റെ കൂടെ കൊണ്ടു കിടന്ന ഒരു ചെറിയാന്ന് പറഞ്ഞ പാർശ്വമുണ്ട്. അവൻ ഇങ്ങോട്ട് കയറി വരുമ്പം ഞാൻ ഇവൻ്റെ കാലേ കിടക്കുക. ഇവൻ ആ കഥ വലിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ചാച്ചനെ നീ കാലേ കിടത്തിയോടാ, എന്നാ അടിക്കടാ, നീ എന്നെ അടിക്കടാ, എന്നാ അടിച്ചങ്ങ് തീർക്കാടാ, അവൻ കൊച്ചു തീർക്കനാ, എന്നാ നീ എന്നെ. അവൻ പറഞ്ഞു നിനക്കിട്ടുണ്ട്. ആർക്കിട്ട അടുത്ത പാർഷക്ക്. ഞാൻ വീണ്ടും കിടന്നു, പാർഷയെ അടിക്കാതിരിക്കാൻ. എത്ര നേരം കിടന്നു എനിക്കറിയത്തുള്ളൂ. നല്ല രസമായിരുന്നു അതൊക്കെ. എഴുന്നേറ്റപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അമ്മയോടൊരു ചോദ്യം, എടി എനിക്ക് സത്യമായിട്ടൊരു സംശയം, ഇവൻ എൻ്റേതാണോ? എല്ലാം സഹിക്കാം, പക്ഷെ അതെനിക്ക് സഹിക്കാൻ പാടാ. എന്നാൽ പുള്ളിയുടെ ഒന്നും അജണ്ടയിൽ അങ്ങനെ ഒരു കാര്യമില്ല. വീട് കിടന്നു മുറിഞ്ഞ് തകർന്നെഴുന്നേറ്റ്. പിറ്റേ ദിവസം എനിക്ക് രാവിലെ ഒരു ഫോൺ കോള്, ദോഹയ്ക്ക് വിസ. അന്ന് തുടങ്ങിയ യാത്രയാണ്. ഒരു കാര്യം, ഈ മുറിച്ച് ഒട്ടച്ചിട്ട് തമ്പുരാൻ ഇങ്ങനെയാണ് വർദ്ധിപ്പിക്കത്തുള്ളൂ. എല്ലാ വർദ്ധനയുടെ പിന്നിലും ഒരു ഒട്ടച്ചങ്ങ് മുറിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, ഒരു ഒട്ടച്ചിൽ കഴിയുമ്പോൾ ഒരു വർധനവുണ്ട്. ഒരു ഒട്ടച്ചിൽ കഴിയുമ്പോൾ കരമുയർത്തി പ്രാർത്ഥിച്ചു. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. അപ്പോൾ എല്ലാ വർധനവിൻ്റെ മുന്നിലും തമ്പുരാൻ നമ്മളെ എന്തു ചെയ്യും? ഇങ്ങനെ മുറിക്കും. നുറുക്കിയാലേ അതൊത്തിരി പേർക്ക് അനുഗ്രഹമായി മാറത്തുള്ളൂ. അങ്ങനെ വലിയ നല്ല സന്തോഷമായിട്ട് പോകുന്ന സമയം ചർച്ചൊക്കെ കർത്താവദാസൻ പറഞ്ഞ പോലെ വളരാനൊക്കെ തുടങ്ങി. കൂട്ടത്തിൽ ഞാനും നിന്നത് അവിടെ സേഫ് സോണിൽ നിന്നതല്ല, ദൈവം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്ത് ജീവിതം മുഴുവൻ അവിടെ. ഒരു 3 തലമുറയുടെ അധ്വാനമാണ് ഞങ്ങളവിടെ ഉള്ളൊരു സഭ. വീട്ടിൽ തുടങ്ങിയ ആരാധന ഇന്ന് ദൈവം അല്പമൊക്കെ ഇട്ട് ഫ്ലറിഷ് ചെയ്തു, ചെറുതായിട്ടൊക്കെ. അമ്മയൊക്കെ മരിച്ച ആ മുറിവുകളൊക്കെ മാറുന്നതിന് മുമ്പ് ഒരാളെൻ്റെ അപ്പയോട് എന്ന് പറഞ്ഞു, അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ വരണം. അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ ചെന്നപ്പോൾ അപ്പയച്ച് എന്തിനാണ് ഒരു കാര്യം പറയാൻ വിളിച്ച, പ്രിൻസ് ഇനി ഇവിടെ പ്രസംഗിക്കരുത്. എന്നാൽ അപ്പയച്ച് പ്രിൻസ് എന്ത് ചെയ്തു? അവൻ്റെ കുറ്റം. എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അവൻ പ്രസംഗിക്കുമ്പോൾ തമാശയൊക്കെ പറയും. അങ്ങനൊന്നും പാടില്ല, നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല, നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. അതുകൊണ്ട് അവൻ പ്രസംഗിക്കരുത്. അപ്പോൾ അപ്പ തിരിച്ചു വന്നപ്പം മുഖം ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഒന്നുമില്ല. വീണ്ടും ചോദിച്ചവൻ പറഞ്ഞു എന്താ കാര്യം, എന്തിനാ വിളിപ്പിച്ചേ? അപ്പം പറഞ്ഞു നീ പ്രസംഗിക്കും. ഞാൻ ചോദിച്ചു എൻ്റെ കുറ്റം, എന്നോട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്, ഇപ്പോഴും ഇഷ്ടമാണ്, അത് വേറെ സത്യം. പക്ഷേ നീ പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പം എന്നോട് മറുപടി പറഞ്ഞു, നിൻ്റെ അമ്മയും ഞാനും കൂടെ കോട്ടലുണങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ സഭയാണ്, കുളമാക്കല്ലേ. ഞാൻ തീരുമാനിച്ചു ആർക്കും ദോഷം വരുത്തണ്ട, ഞാനങ്ങ് മാറിയാൽ മതിയല്ലോ. ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ നിൽക്കും, എല്ലാവരെയും കയറ്റിയിരുത്തും, വന്ന് ആരാൻ നോക്കും, വരാത്ത ആരാൻ നോക്കും. പിന്നെ പതുക്കെ അങ്ങ് സ്കൂട്ടാകും, പിള്ളേരുടെ ഭാഷ പറഞ്ഞ്. എവിടെ പോയി? എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ആരും വിളിച്ചില്ല. ചിലയിടത്ത് ചെന്ന് കയറിയപ്പോൾ അവർ ചോദിച്ചു, യു പ്രിൻസ് എന്താ വന്നേ? ആത്മാവ് പറഞ്ഞു, എന്നോടാരും പറഞ്ഞില്ല. പിന്നെ ആരാധിക്കണ്ടേ? അങ്ങനൊക്കെ തിരിച്ചു വന്നു. ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി നേരം ജീപ്പൊക്കെ ഓടിച്ച് തിരിച്ച് വന്ന് യോഗം തീരുമ്പോഴത്തേന് തിരിച്ചു ചെന്നു. എല്ലാവരും ഓർത്ത് ശുശ്രൂഷയ്ക്ക് പോയതാണ്, എങ്ങും വിളിച്ചില്ല. അന്ന് ഞാൻ വഴിയരികിലൊക്കെ വണ്ടി ഇട്ടിട്ട് പ്രാർത്ഥിച്ചു, എന്നെ ആരെങ്കിലുമൊക്കെ ഞായറാഴ്ച വിളിച്ചാൽ എനിക്കൊന്ന് പോകാം. ബാക്കി ദിവസമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്. പക്ഷേ അഹങ്കാരം പറയല്ലേ, വീണ് കിടന്ന് പറയുകയാണേ. വീട്ടിലെയൊക്കെ സഭായോഗം തുടങ്ങിയപ്പം 1,00,000-ലധികം ആളുകൾ ഓരോ ദിവസവും ആ ശുശ്രൂഷ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ നാളുകൾ ഞായറാഴ്ച രാവിലെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി കിടന്നൊരു കാലമുണ്ട്. എനിക്കൊരു കർത്താവിനെ അറിയാം, വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഞുറുക്കി ഉടയ്ക്കും.
പക്ഷെ എല്ലാ ഞുറുക്കങ്ങളും കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ വർധനവിലായിരിക്കും. ഞുറുക്കൽ പ്രക്രിയകളിലൂടെയൊക്കെ പോകാൻ നമുക്ക് ഇച്ചിരി പാടാ. പക്ഷെ ഓർത്തോണം, ഞുറുങ്ങുമ്പോൾ ഒരു വർധനമുണ്ട്. ഞുറുങ്ങുന്നത് തകർക്കാനല്ല, ഞുറുങ്ങുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. നമ്മളായിട്ടിരുന്ന ഒത്തിരി പേർക്ക് നമ്മൾ അനുഗ്രഹത്തില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഏതൊക്കെയോ ഞുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദൈവാത്മാവ് പറയുന്നു, ഒരു വലിയ വർധനവ് നിങ്ങളുടെ മുന്നിലുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഒരു വർധനവ് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും ഒരു നുറുക്കം കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാ, ഒരു നുറുക്കം കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാ, ഒരു നുറുക്കം കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാ, ഒരു നുറുക്കം കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാ. ഒരു ലെവലിന് അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ ഒരു പ്രോസസ്സ്. എന്തിനാണ് ഈ പ്രോസസ്സ്? അവിടെ നമ്മളുടെ ഈഗോ വെളിപ്പെടാതിരിക്കാൻ, ഞങ്ങളാണെന്ന് പറയാതിരിക്കാൻ തമ്പുരാൻ അനുവദിക്കുന്ന ചില പ്രോസസ്സ് ഇവിടെ കാണുകയാണ്. അവിടുന്ന് വാഴ്ത്തി, പിന്നെ എന്ത് ചെയ്തു? നുറുക്കി അത് കൊടുക്കുകയാണ്. വീണ്ടും കാണുന്നു, അവർ തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്ന യേശു അറിഞ്ഞിട്ട് അവിടുന്ന് മലയിലേക്ക് വാങ്ങിപ്പോയി. 16-ാം വാക്യം അടുത്ത അടയാളം നാം കാണുകയാണ്. അപ്പം 4-ാമത്തെ അടയാളം, എണ്ണത്തിന്മേൽ അധികാരമുള്ള കർത്താവ്. എന്താണ് അവിടെ? കയ്യിലുള്ളത് ചെറുത്, ആവശ്യം വലുത്. എന്ത് ചെയ്യും കർത്താവേ? അത്ഭുതം ചെയ്യുന്നൊരു യേശുവുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറ, ഇന്നെൻ്റെ ആവശ്യം വലുതാ, പക്ഷേ എൻ്റെ കയ്യിലുള്ള എങ്ങും എത്തിക്കുന്നില്ല, രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ കർത്താവ്? എണ്ണത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, എണ്ണത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കണേ. ഈ സമയത്ത് പറയണം, ഈ വചനം പറയുമ്പോൾ അത് ബന്ധപ്പെട്ട് പറയണം. കർത്താവേ, ഇന്നതാണ് എൻ്റെ ആവശ്യം, എൻ്റെ മാർക്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം ഇതാണ്. കർത്താവേ, മോഡൽ എക്സാമിന് ഇത്രയേ ഉള്ളൂ, ഫൈനൽ എക്സാം വരുന്ന എന്തോ ചെയ്യുക, ബുദ്ധി പാടുണ്ടോ? ആ കർത്താവിൻ്റെ കയ്യിലോട്ട് ആ കൊച്ചു മാർക്കിനെ കൊടുത്തേ. തമ്പുരാൻ നിന്ന് നുറുക്കി വലുതാക്കും കുഞ്ഞേ, നുറുക്കി വലുതാക്കും. ഓ, കുഞ്ഞിൻ്റെ കല്യാണം വരുന്നു, വീടിൻ്റെ പണി, ആവശ്യങ്ങൾ എന്ത് ചെയ്യും? ആവശ്യം വലുത്, കയ്യിലുള്ളത് ചെറുത്. എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു കർത്താവ്, എണ്ണത്തെ വർദ്ധിപ്പിക്കുന്ന കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ എണ്ണത്തെ വർദ്ധിപ്പിക്കുന്ന കർത്താവിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചേ, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. യേശു 4-ാമത്തെ അടയാളം, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 4-ാമത്തെ അടയാളം നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറും. അങ്ങനെയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചേ, കർത്താവെ, ഇന്ന വിഷയം, പ്രത്യേകിച്ച് കർത്താവെ, കുഞ്ഞിൻ്റെ മാർക്ക് വളരെ കുറവാണ്, ഫൈനൽ ഇയർ എക്സാം വരുന്നു, എന്ത് ചെയ്യുക? നിങ്ങൾ ആ എണ്ണത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. 2, കർത്താവെ, എൻ്റെ ആവശ്യം വലുതാണ്, കയ്യിലുള്ളത് ചെറുതാണ്, എന്ത് ചെയ്യും? കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. ദൈവമേ, ഞാനൊരു വല്ലാത്ത നുറുക്ക പ്രക്രിയയിലൂടെ പോകുകയാണ്. എന്തിന്? കർത്താവ് പറയുന്നു, നിന്നെ വർദ്ധിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവേ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവേ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവേ, കാലപ്പഴക്കത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവേ, കണക്കുകൾ തെറ്റുന്നിടത്ത് അധികാരമുള്ള കർത്താവേ, അകലങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവേ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവേ. ഇപ്പോൾ ഈ ജനം പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുതം അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ. കയ്യിലുള്ളത് ചെറുത്, ആവശ്യം വലുത്. കയ്യിലുള്ളത് ചെറുത്, ആവശ്യം വലുത്. കയ്യിലുള്ളത് ചെറുത്, ആവശ്യം വലുത്. അടകന കടകന കന്തന റിക്കന ഭക്ഷണ വൈഡക. കയ്യിലുള്ളത് ചെറുത്, ആവശ്യം വലുത്. ഞങ്ങൾ എന്ത് ചെയ്യും? എണ്ണത്തിന് മേൽ അധികാരമുള്ള കർത്താവ് അതിനെ എടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിക്കട്ടെ. അന്ധും താരം തേരം തേരം ഋഗജകരന്ധം ദിഗനകരാജ. എണ്ണത്തിന് മേൽ അധികാരമുള്ള കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. എണ്ണത്തിന് മേൽ അധികാരമുള്ള കർത്താവേ, മിനിമം ബാലൻസ് പോലും ഇല്ല കർത്താവേ, എന്ത് ചെയ്യുക? യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. മിനിമം ബാലൻസ് പോലും ഇല്ല കർത്താവേ, എന്ത് ചെയ്യുക? ഓ ഹല്ലേലൂയ, ചെക്ക് ബൗൺസ് ആകും, കേസാകും. യേശുവിൻ്റെ നാമത്തിൽ എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്. അത്തനപരകന ശകനക ദിഗനക രഗജക രബനക രബനക ദിഗനക രഗജക രബനക ധനകര രഗജക രഗലക.
അതുനിക്കടകന ഘടകന റിഗനക എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് ഈ ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തോടെ ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം. എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, ആവശ്യം വലുത്, കയ്യിലുള്ളത് ചെറുത്, ഒരത്ഭുതം ചെയ്യണമേ. ചില നുറുക്കൽ പ്രക്രിയകൾ നടക്കട്ടെ. അതെന്താണെന്ന് ചോദിക്കുന്നവർ, കർത്താവെ അത് പോരാട്ടമാണോ, ബന്ധനമാണോ, അതെന്താണ്? എന്നാൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ആ പ്രക്രിയ കഴിയുമ്പോൾ നിനക്കൊരു വർധനവുണ്ട്. ശുശ്രൂഷയിലൊരു വർധനവുണ്ട്, സഭയ്ക്കൊരു വർധനവുണ്ട്, കുടുംബത്തിനൊരു വർധനവുണ്ട്. അടുത്ത ഒരു ലെവലിലേക്ക് തമ്പുരാൻ കൊണ്ടുവന്നതിന് മുമ്പ് ഒരനുഗ്രഹമാക്കാൻ വേണ്ടി അനുവദിക്കപ്പെടുന്ന എല്ലാ നുറുക്കലുകൾക്കായി, എല്ലാ നുറുക്കൽ പ്രക്രിയകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാ. എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് എഴുന്നള്ളി വന്ന് ഈ ജനത്തിൻ്റെ എണ്ണത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. അധന റിഖന റെക്കന റെക്കന റിഗനക രന്ധന റെക്കന രദ്ധന ഹന്തന രാജക രന്ധ ഋഗജം ദഗനം ശകനം ദിഗനക രന്ധം ദാരപരംഭം ധേരഖാനം വൈഡക രക്ഷം. ഈ അടയാളം അവിടെ അനുഭവമാകട്ടെ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അടയാളം ജനത്തിൻ്റെ അനുഭവമാകട്ടെ. 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 എണ്ണത്തിൻ്റെ മേലധികാരമുള്ള നമ്മുടെ കർത്താവ്, അതാണ് അടയാളങ്ങളിൽ നാലാമത്തെ അടയാളം. അവിടുന്ന് വാഴ്ത്തി നുറുക്കി കൊടുക്കുകയാണ്. വീണ്ടും നാം കാണുന്നു 16-ാമത്തെ വാക്യം. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്ത് ഇറങ്ങി കടൽക്കര കഫർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷം യേശു അവരുടെ അടുക്കൽ വന്നില്ല. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. 4-5 നാഴിക ദൂരത്തോളം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്ന കണ്ട് പേടിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ ആകുന്നു, പേടിക്കണ്ട. അടുത്ത അടയാളത്തെ കാണുന്നു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവിനെ നാം അവിടെ കാണുകയാണ്. പടക് മുമ്പോട്ട് പോവുകയാണ്, വല്ലാതെ പേടിക്കുകയാണ്. പക്ഷേ കർത്താവ് വന്നു. എപ്പോഴാണ്? 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടമേൽ നടന്ന് പടകിനോട് കണ്ട് പേടിച്ചു. അപ്പോൾ നോക്കൂ, കടൽ കോപിക്കുമ്പോൾ അവിടുന്ന് അവരുടെ അടുക്കിലേക്ക് വരികയാണ്. കടൽമേൽ നടന്ന ക്രിസ്തു എന്താണ്? പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവുണ്ട്. നമ്മുടെ കർത്താവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ്, പ്രകൃതിയുടെ മേൽ അധികാരം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെയും സന്ധിയായി കടൽപ്പുറത്തേക്ക് ഇറങ്ങി. സന്ധിയും ആ ജീവിതത്തിൻ്റെ സന്ധികൾ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, വെയിലാറിയപ്പം ദൈവം എവിടെ ഇറങ്ങി? തോട്ടത്തിൽ നടക്കുന്നത്. സന്ധിയാകുക, അത് ജീവിതത്തിന് ഒത്തിരി സന്ധികളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതൊക്കെ സന്ധികളാണ്. കണക്കുകളൊക്കെ തെറ്റുന്നത് ജീവിത സന്ധിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 30 പറയുന്നു, സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, എന്നാൽ ഉഷസ്സിൽ എന്ത് വരും? ആനന്ദഘോഷം വരും. ജീവിതത്തിൻ്റെ സന്ധ്യകൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അവിടെ പ്രതീക്ഷ പോകാം. ആ പ്രതീക്ഷ പോകുന്ന ഒരു പാട്ട് നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വണ്ടി ഇങ്ങനെ വന്നിരുന്ന് തേൻ നുകരുകയാണ്. തേൻ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പം വണ്ട് ചിന്തിച്ചു, ഈ താമര കൂമ്പിപ്പോയി. അപ്പോൾ വണ്ട് ചിന്തിച്ചു, നേരം പുലർക്കുമ്പം സൂര്യൻ ഉദിക്കുമ്പം കമലം വിടരുമ്പം ഞാൻ പോകും. പക്ഷേ അപ്പോൾ ഒരു ആന വന്നിട്ട് ഈ താമര പിഴുതു. കേട്ടിട്ടുണ്ടോ? അല്ലേ? ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ. അല്ലേ? അവർ പറയുകയാണ്, ഏവം സൂര്യൻ ഉദിക്കും ഈ കമലവും താനേ വിടർന്നിടുമേ, താനേ വിടർന്നിടുമേ. ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന് ആ പത്മിനി. ഏവം മുട്ടിനകത്തിരുന്നളി, ഈ താമര മുട്ടിനകത്തിരുത്ത് കൊണ്ട് അളി വണ്ട് മനോരാജ്യം തുടർന്നു. ഇപ്പോൾ സൂര്യൻ ഉദിക്കും, കമലം വിടരും, ഞാൻ പോകും. പക്ഷേ അപ്പം പിഴുതാൻ ദന്തീന്ദ്രൻ ആന വന്നിട്ട് ആ പത്മിനി താമര പിടിച്ച് വിഴുത് കളഞ്ഞു. അപ്പം വണ്ട് ചത്തുപോയി. പ്രതീക്ഷ ഇല്ലെന്നുള്ളതാണ് ശ്ലോകം പഠിപ്പിക്കുന്നത്. പക്ഷേ ക്രിസ്തീയ പ്രത്യാശ
വചനത്തിനെ പ്രത്യാശ തരാൻ നൽകത്തുള്ളൂ. വചനം പറയുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഒരു പ്രഭാതമുണ്ട്. സന്ധ്യയുടെ കട്ടിങ്ങനെ പിടിച്ച് വരുമോ, അർദ്ധരാത്രിയാകോ, അപ്പോൾ കർത്താവ് ഇങ്ങനെ നടന്നു വരികയാണ്. ഹലേ മുറ്റും കടൽ മീതെ 4-ാം യാമത്തിലും, മുറ്റും കടൽ മീതെ 4-ാം യാമത്തിലും ഉറ്റ സഖിയാവ് വന്നിടും തീർച്ചയായി, ഉറ്റ സഖിയാവ് വന്നിടും തീർച്ചയായി. ഭക്തർ വിശ്വാസ ജീവിത പോലിത്ര ഭദ്രമാ ജീവിതം വേറെയുണ്ടോ? ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം. അപ്പം നോക്കൂ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ കടന്നു വരുന്ന ക്രിസ്തു, അത് നാം 5-ാമത്തെ അടയാളമായി കാണുകയാണ്. ഇനി 6-ാമത്തെ അടയാളം 9-ാം അധ്യായത്തിലേക്ക് വന്നേ. 6-ാമത്തെ അടയാളം കാണുന്നു. കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, 9-ാം അധ്യായം, കുരുടനായി പിറക്കത്തക്കോണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? എന്തൊരു ഐറോണിക്കലായിട്ട് ചോദ്യമാ. പിറവിയിലെ കുരുടനാ, അവൻ എപ്പം പാപം ചെയ്തിട്ടാ? ഇവനോ ഇവൻ്റെ അമ്മയപ്പം. അപ്പോൾ പിറവിയിലെ കുരുടൻ എപ്പം പാപം ചെയ്തു? ഏറ്റവും വിശുദ്ധമായ ഒരു സമയമാണ് അമ്മയുടെ വയറ്. ആ കുഞ്ഞൊന്നും അറിയുന്നില്ല, അമ്മ എല്ലാം ചെയ്യുകയാണ് കുഞ്ഞിന് വേണ്ടി. അപ്പം പിന്നെ എങ്ങനെ? പക്ഷെ ഇവിടെ മനുഷ്യൻ്റെ പ്രശ്നം, ഇവനോ ഇവൻ്റെ അമ്മ. എല്ലാവരും കാരണം കണ്ടെത്താൻ നോക്കുന്നവരാ. പക്ഷെ കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടത്. കർത്താവ് അവനെ കൊണ്ടുപോയിട്ട് അവൻ്റെ കണ്ണിന്മേൽ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി കണ്ണിന്മേൽ പൂശി പോയി കഴുകി. അപ്പോൾ അവന് സുഖപ്പെട്ടു, അവൻ കാഴ്ച കണ്ടു. അപ്പോൾ കർത്താവ് അവിടെ മതം ഇളകി. മതം എന്നും അത്ഭുതങ്ങൾ കാണുമ്പോൾ അവർക്ക് വിടിവിക്കപ്പെട്ടെന്നറിയാമെങ്കിലും അവരുടെ അടിത്തറ പണി ഇളകുമെന്ന് പേടിച്ച് മതമിളകി. ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. അവൻ്റെ അപ്പവനും അമ്മയോട് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക. അവർക്കും ധൈര്യമില്ല. ഒടുവിൽ അവൻ്റെ അടുക്ക വന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്ന് ഞാൻ അറിയുന്നു, one thing I do know, that though I was blind, now I see. എനിക്ക് കാഴ്ചയില്ലായിരുന്നു, ഇപ്പം എന്ത് ചെയ്യാം? കാണാം. ഇതാണ് കർത്താവിൻ്റെ പ്രത്യേകത. കർത്താവ് അടയാളം ചെയ്തു. കാഴ്ചയില്ലാത്തവൻ എന്ത് കൊടുത്തു? കാഴ്ച കൊടുത്തു. ഈ കാഴ്ച വലിയൊരു കാര്യമാണ്. കാഴ്ച വേണം, അകക്കാഴ്ച വേണം. കർത്താവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ് കാഴ്ചയില്ല. കർത്താവ് അവനെ തൊട്ടു. ഓക്കെയാണ്, ഓക്കെ ആയി, സൗഖ്യമായി. നീ എല്ലാം കാണുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ കണ്ടു? പറഞ്ഞേ, എങ്ങനെ കണ്ടേ? മരം പോകുന്ന പോലെ കണ്ടു. മരം, ക്ഷമിക്കണേ, എന്തുപോലെ കണ്ടു? മരം പോലെ കണ്ടു. മരത്തെ നമ്മളെങ്ങനെ കാണുന്നേ? മരക്കച്ചവടം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? മരത്തെ എങ്ങനെ കാണുന്നേ? ഇത് നല്ല ഈട്ടിയ 1-ാം തരം കാതല, കൊള്ളാം. ഇത് തേക്കാണ്. എത്ര വർഷമായി? ആഴമുണ്ടോ പാറയാണോ നോക്കും. അവർക്ക് നോക്കിയിട്ട് അവർ മതിക്കും. 99% അറിയാവുന്നൊരു മതിച്ചാൽ മതിപ്പായിരിക്കും. അപ്പോൾ ഇത്ര ഇഞ്ച്, ഇത്ര കാതൽ, ഇത്ര വർഷം, ആ മണ്ണെല്ലാം കൂടെ നോക്കിയിട്ട് മതിക്കും. നല്ല തേക്ക പോരാ, കാതൽ പോരാ, വെള്ള കാണും, അതനുസരിച്ച് വില. പിന്നെ ആഞ്ഞലി, പ്ലാവ്, അൽക്കീഷ്യ, പിന്നെ എന്താണ്, ഇങ്ങനെ ഓരോന്ന് വില, മാഞ്ചിയം വില കുറഞ്ഞ് വരും. പിന്നെ ഏറ്റവും ഒടുവിലോട്ടൊക്കെ വരുമ്പോൾ വട്ട, പാഴ, ആരാന്തൽ, പാഴ, വെട്ടി വിറകിനെടുത്തേര്, ചവപ്പെട്ടി പണിയാ, റബ്ബർ, പ്ലൈവുഡിന് കൊടുത്തേര്. മലത്തിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ എന്തോ ഇടുന്നത്, വിലയിടുന്നത്. ഇവനും കണ്ടു മനുഷ്യനെ എന്തുപോലെ വര. അത് പോക്ക് കേസാണ്. പ്രായമായി, കൊള്ളത്തില്ല. പിന്നെ ക്ഷമിക്കണേ, പിള്ളേരെയൊക്കെ കണ്ടാൽ ഇന്നും മരത്തിൻ്റെ ഭാഷയിലാണ് പറയുക. കൊള്ളാം, 1-ാം തരം ഉരുപ്പടിയാ. ഈ കാഴ്ച എവിടുന്നാ കിട്ടിയേ? ഈ കാഴ്ച സെക്കൻഡ് ടച്ച് ഇല്ലാത്തവൻ്റെ കാഴ്ചയാണ്. മനുഷ്യനെ ഉരുപ്പടിയായിട്ട് കാണുക. അവനും കണ്ടു മനുഷ്യനെ എന്തുപോലെ? മരം പോലെ, ഉരുപ്പടി പോലെ മനുഷ്യനെ കാണുന്നവനെല്ലാം ഈ കാഴ്ചയാണ്. അപ്പം കർത്താവ് അവനെ ഒന്നുകൂടെ തൊട്ടു. കാണുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ആരെ പോലെ കണ്ടു? മനുഷ്യനെ. ഈ മനുഷ്യനായി കാണണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, സെക്കൻഡ് ടച്ച് വേണം. യേശുവിൻ്റെ ഒരു ടച്ച് കിട്ടിയെങ്കിലേ മനുഷ്യനായിട്ട് കാണത്തുള്ളൂ. അതുകൊണ്ടാണ് കാട്ടാക്കട മുരുകൻ അനുഗ്രഹീതനായ ഒരു വിപ്ലവ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലൊരു വാക്കുണ്ട്, കണ്ണട. കവിത ഇഷ്ടമുള്ളവർക്കറിയാം. എല്ലാവർക്കും തിമിരം, എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കാണാൻ നമുക്ക് കണ്ണട വേണം. ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, തെറിച്ച് വീണു. എന്താ?
കണ്ണട, ദാന്തിയുടെ കണ്ണട, കണ്ണട വേണം നമുക്ക്. കണ്ണട, മങ്ങിയ കാഴ്ചകൾ കാണാൻ നമുക്ക് കണ്ണട വേണം. വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. ഇന്ന് മനുഷ്യർക്ക് പലപ്പോഴും കാഴ്ചയില്ല പ്രിയരെ, കാഴ്ചയില്ല. അപ്പനെ കാണുന്ന കാഴ്ചയില്ല, അമ്മയെ കാണുന്ന കാഴ്ചയില്ല. അമ്മയായിട്ട് കാണാൻ, അപ്പനെ അപ്പനായിട്ട് കാണാൻ കാഴ്ച വേണ്ടേ? ഇവർക്കെല്ലാം വേണ്ടത് യേശു കർത്താവിൻ്റെ ഒരു സൗഖ്യസ്പർശന. ഈ സമൂഹത്തിൻ്റെ അന്ധത മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വേണം? കാഴ്ച. നരബലി നടന്നു, എന്താ കുഴപ്പം? കാഴ്ചയില്ല. പ്രേമിച്ച് ആരോ ജ്യോതിഷം പറഞ്ഞതിൻ്റെ പേരിൽ ചെറുക്കനെ വിളിച്ച് കല്യാണം കഴിപ്പിച്ച് വിഷം കൊടുത്ത് കൊന്നു. ആ പെണ്ണിനും എന്തില്ല? കാഴ്ചയില്ല. കാഴ്ച കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ അടുക്ക വരണം. യേശുവിൻ്റെ അടുക്ക വന്നാലേ കാഴ്ച കിട്ടത്തുള്ളൂ. വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. അല്ലേ? അപ്പനെ കാണണോ അമ്മയെ കാണണല്ലോ ഒക്കെ കാഴ്ച വേണ്ടേ? കാഴ്ച വേണം. ലൈവ് പോവാന്നുള്ള ഉറപ്പിൽ തന്നെ പറയട്ടെ, ഒരമ്മ എൻ്റെ അടുക്ക വന്നു. ഒരമ്മ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു പാസ്റ്ററെ, അമ്മയ്ക്ക് ക്യാൻസറാണ്, കണ്ണിനാണ് പിടിച്ചിരിക്കുക. അപ്പം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോന് വരുന്നില്ല എന്നെ കാണാൻ. കാര്യമുണ്ട്, അമ്മയ്ക്ക് കുറേ വസ്തു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാം എഴുതി കൊടുത്തു മോൻ്റെ പേര്. പക്ഷേ മോൻ പിന്നെ വരാതായി, പൈസ കൊടുക്കാതായി. അപ്പം കൊടുക്കുക ഏതായാലും പ്രശ്നമായി. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? തേക്ക് വെട്ടി വിറ്റു. പക്ഷേ ഇത് ടെക്നിക്കലി മോൻ്റെ അയ്യത്തെ തേക്കാ, എഴുതി കൊടുത്തില്ലേ? ഈ മോൻ അപ്പം കൊണ്ട് കേസ് കൊടുത്തു, തേക്ക് വിട്ടു എൻ്റെ അയ്യത്തിൽ, എൻ്റെ അനുവാദം ഇല്ലാതെ. പോലീസ് വന്ന് ചോദിച്ചു, ഇന്നടത്ത് ആരാണ്? അമ്മച്ചി പറഞ്ഞു, ഞാനാണ്. എന്ത് സാറേ? അമ്മച്ചിയുടെ പേര് കേസ്, എൻ്റെ പേരിലോ? എന്തോന്ന്? തേക്ക് വെട്ടി വിറ്റു. ആരുടെ അയ്യത്തെ? എൻ്റെ അയ്യത്തെ. സോറി അമ്മച്ചി, എഴുതി കൊടുത്തില്ലേ? ഇത് ടെക്നിക്കലി മോൻ്റെയാ. അയ്യോ ഏമാനെ, ഞാനും കെട്ടിയവനും കൂടെ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തോ ചെയ്യണം? എന്തിനാ വെട്ടിയേ? ഏമാൻ ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, പൈസ വേണം, ആശുപത്രിയിൽ പോകണം, ബില്ലടയ്ക്കണം. ഞാനങ്ങ് വെട്ടിയതാ. ഏമാൻ കുറച്ച് നേരം അമ്മച്ചി നോക്കിയിട്ട് ചോദിച്ചു, ഇനി എത്ര തേക്കടുണ്ട്? 8-10 എണ്ണങ്ങളുണ്ട്. അയാൾ പറഞ്ഞു, മൊത്തം തേക്കും വെട്ടി വിറ്റ് അടിച്ച് പൊളിച്ചോണം, ഇല്ല ഞാൻ നിങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ട് ജയിലിടുമെന്ന് പറഞ്ഞു. അയാളങ്ങ് പോയി. നല്ല മനുഷ്യൻ, അയാളങ്ങ് പോയി. പക്ഷേ പിന്നെയും മനുഷ്യൻ വന്നില്ല അമ്മയെ കാണാൻ. ഞാൻ പലവട്ടം ആ മോനെ IST വിളിച്ചു, വരണം അമ്മയെ കാണാൻ. വന്നില്ല. ഈ അമ്മ എൻ്റെ അടുക്ക വന്നു. എന്തിനാണെന്നറിയാം? ഒരു പഞ്ച് പൈസ തന്നു. എൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി വരെ എൻ്റെ മോൻ വരാതിരിക്കുകയും അന്ന് വരികയും മുഖം മൂടാൻ തുനിയുകയും ചെയ്താൽ തടയണം. പാസ്റ്ററെ കൊണ്ട് ഒക്കത്തില്ലെങ്കിൽ ഗുണ്ടകളെ വിളിക്കണം. അതിനാണ് ഈ പൈസ. എന്തല്ലോ അനുഭവം. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, പൊറുക്കണേ, അന്നത്തെ ഗുണ്ട ഞാനായിരിക്കും. ഇന്നത്തെ ഗുണ്ട ഞാനായിക്കോളാം അമ്മച്ചി. പൈസ എൻ്റെ തന്നു. ആ പൈസ വെച്ച് അമ്മയുടെ അടക്കത്തിന് ബന്നും കാപ്പി കൊടുത്തു. അമ്മച്ചി മരിച്ചു. കണ്ണിൻ്റെ കാഴ്ച പോയി. ഓരോ അനക്കം കേട്ടപ്പോഴും ചോദിച്ചു, മോനാണോ? എൻ്റെ മോൻ ചെന്ന് പറഞ്ഞു, അമ്മച്ചിയുടെ മോനാ, പോടാ നീ പ്രിൻസിൻ്റെ മോൻ. എൻ്റെ മോനെ എനിക്കറിയാം. എവിടെ? അമ്മച്ചി മരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ വരുന്നു. ഭയങ്കര അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ പറയും, പെൺവഴി കേൾക്കുന്നവൻ പെരുവഴിയില്ല. തെറ്റാ. ചില സമയത്ത് നല്ലതാണ്. ബസ്സി എന്നെ വിളിച്ച് പറഞ്ഞു, മര്യാദയ്ക്ക് പ്രസംഗിച്ചോണം. അയാളുടെ നേരെ ഒറ്റ അക്ഷരം വേണ്ടിയേക്കല്ലേ. അവൾക്ക് എൻ്റെ സ്വഭാവം പോകുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തോ പറയണ്ടേ? അവളെന്നെ പഠിപ്പിച്ചു 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ 5 പോയിന്റ്, 7 താഴ്ചകൾ 7 ഉയർച്ചകൾ. അത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയരുത്. ഏതായാലും ഞാൻ അവിടെ പോയി നിന്ന് എനിക്കങ്ങ് കട്ടക്കലി. കുറേ നേരം പ്രാർത്ഥിച്ച കർത്താവെ, അഭിവേദം ഒന്നും പോയില്ല. വായിലെ വാക്കുകളും ഹൃദയത്തെ ധ്യാനം അങ്ങേക്ക് പ്രസാദമായിരിക്കണേ. കയറി നീ ഒരു പ്രസംഗിച്ചു. എല്ലാ മലയാളിയും പാട്ട് പാടും, പാടത്തില്ലേ? എവരി മലയാളീസ് ആർ ഗുഡ് സിംഗേഴ്സ് ബട്ട് ബാത്റൂം സിംഗേഴ്സ്. നല്ല പാട്ട് പാടുന്നത് എവിടെ കയറുമ്പോഴാണ്? ബാത്റൂമിൽ കയറുമ്പോഴാണ്. ബാത്റൂമിൽ എപ്പോഴാണ് ഈ പാട്ട് വരുന്നത്? നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നത് എങ്ങോട്ടാണ്? കണ്ട് ഇങ്ങനെ നിന്നിട്ടാണ്ട് ഇങ്ങനെ ഒഴിക്കും. ഷവറിൻ്റെ കീഴിൽ സോപ്പ് ആദ്യം ഇടുന്നത് എവിടാ? പൂക്കളയിലാണ്. പൂക്കളയിലിട്ട് 1.5 pH തീർക്കും. എന്തിനാണ് ഈ പൂക്കളയിലിട്ട് തിരുമുന്നേ? എന്തിനാണ് ഈ പൂക്കളെ തിരുമുന്നേ? പൂക്കളെ തിരുമുന്നത് തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഒരു അടയാളാ. ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാ. 9 എല്ലാവരും പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഇന്ന് വരെ ഒരു പെണ്ണ് പൂക്കൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. എനിക്കറിയത്തില്ല, ഞാൻ കേട്ടില്ല. മറുകൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്യത്തില്ലേ, പാടുകളൊക്കെ മാറ്റാൻ. ഇതെന്താ കളയാത്തേ? ഇത് കളയാനൊക്കത്തില്ല. ഇതാര് കൊടുത്താ? തമ്പുരാൻ കൊടുത്ത. ആരെ ഓർക്കാൻ? അമ്മയെ ഓർക്കാൻ വേണ്ടി. അതിനാണ് അവിടെ കൊടുത്തിരിക്കുക. ഇത് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു. എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു.
എൻ്റെ പെങ്ങൾക്ക് ഡയാലിസിസ് വന്നപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കില്ല. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഡയാലിസിസ് ആയത്. അമ്മ ഇങ്ങനെ കാവലാ, അമ്മ ഇങ്ങനെ കാത്തിരിക്കും. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു തമിഴ് സഹോദരൻ ഞാൻ ശാനപ്പെടുത്തിയ അദ്ദേഹത്തിന് ഒറ്റ മോനേ ഉള്ളൂ. അയാളുടെ അമ്മ മരിച്ചുപോയി എന്ന് വാർത്ത വന്നു. ഇയാൾ പെട്ടെന്ന് അങ്ങ് വിറച്ച് വണ്ടി ഓടിക്കാനൊന്നും വയ്യ. മാർത്താണ്ഡത്താ, നാഗർകോവിലിനടുത്താ. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകല്ലേ സഹോദരൻ, ഞാനും കൂടെ വരാം. ഞാനും കൂട്ടത്തിൽ പോയി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങ് മാർത്താണ്ഡത്ത് പോവാം. പോകുന്ന വഴിക്കെല്ലാം കോള്. രാത്രിയില്ല, സന്ധ്യയായപ്പോൾ ഇവിടെ നിന്ന് വിട്ടു. എവിടായി അമ്മ, നീ എവിടെ? ഒരു മോനേ ഉള്ളൂ, മരിച്ചു, ഞങ്ങൾ കൂടെ പോവാ. പക്ഷെ അവിടെ ഞാൻ ചെന്നപ്പം താണ്ട് പന്തൽ ലൈറ്റ്, ആരവാരും എല്ലാം ഉണ്ട്. പക്ഷെ ഒരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് എല്ലടാ, നിന്നെ കാത്തു കിടക്കുക. ഞാൻ ചത്തില്ലേ? ഇല്ല. ചെന്നപ്പം താണ്ട് അമ്മ ഇങ്ങനെ കിടപ്പുണ്ട്, വെള്ളം വിരിച്ച്, എല്ലാവരും ചുറ്റും ഇരിപ്പുണ്ട്, പാട്ട് പാടുന്നു. പക്ഷെ മരിച്ചിട്ടില്ല. മിസ്റ്ററി, നിഗൂഢത. നോക്കിയപ്പോൾ സൂക്ഷിച്ച് നോക്കിയ ഒരനക്കം. ഒരനക്കം. ഈ മോൻ അടുത്തിരുന്നു. അമ്മയുടെ തല ഇങ്ങനെ എടുത്ത് മടിയിലോട്ട് വെച്ചു. എന്നിട്ട് അമ്മയുടെ ചെവി പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ, അപ്പനെ ഞാൻ നോക്കിക്കോളാം. ഇത് പറയുകയും അമ്മ കണ്ണു തുറന്നു. ഒരു ചിരി അങ്ങ് ചത്തു. ഇങ്ങനെ മോനെ കാണാൻ കിടന്നിട്ട് മരിക്കുക. ഇത് ഞാൻ പറഞ്ഞു ആ അടക്കത്തിൽ. കുറേ ഏതായാലും അടക്കം കഴിഞ്ഞു. മുഖം മുടിച്ചില്ല, അത് വേറെ സത്യം. ഏതായാലും മുഖമെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് റാന്നി കൂടെ പോകുമ്പോൾ ബ്ലോക്കായി. ഞാനോർത്തുനിന്ന് ഇറങ്ങി നടക്കുക. ഒരു നായർ സഹോദരൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ അല്ലേ? ആണോ. നിങ്ങളന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കങ്ങ് സമാധാനം പോയി. ഞാൻ ചോദിച്ചു, അതെന്നാ? ഞാൻ അമ്മയുടെ ഒറ്റ മോനാ പാസ്റ്ററേ. അപ്പം ഞാൻ സൗദിയിലായിരുന്നു പാസ്റ്ററേ. അവൻ്റെ പറച്ചിൽ കേൾക്കണം. ഞാനൊരു കലാകാരനാണ്, എഴുത്തുകാരനാ, വരക്കാരനാ. അപ്പോൾ അമ്മയ്ക്ക് കൂടെ ഇപ്പോൾ അമ്മയ്ക്ക് എന്നെ കാണണം തോന്നി. എനിക്കും അമ്മയെ കാണണം. ഞാൻ ഓടിപ്പിടിച്ച് എൻ്റെ ജോലിയും കളഞ്ഞ് വന്ന് പാസ്റ്ററേ. വന്ന് ഞാൻ അമ്മയെ കണ്ട് പാസ്റ്ററേ, അവൻ്റെ സങ്കടം കാണണം, വന്ന് കണ്ട് പാസ്റ്ററേ. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പാസ്റ്ററേ, അന്ന് വെളുപ്പിനെ എൻ്റെ അമ്മ ചത്തുപോയി പാസ്റ്ററേ. പാസ്റ്റർ പറഞ്ഞ് കേട്ടത്തോട്ട് എനിക്കൊരു സങ്കടം. എന്നാ, ഞാൻ വരാതിരുന്നായിരുന്നെങ്കിൽ ഇപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ജാകാതിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടം. ഇവൻ അത്രയും ബോധം തോന്നിയല്ലോ. ഞാൻ വരാതിരുന്നുവെങ്കിൽ ഇപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചിലപ്പോൾ എന്ത് ചെയ്യാതിരിക്കും? അപ്പോൾ അമ്മയെ കൊന്നത് ഞാനാണോന്ന് എനിക്കങ്ങ് സന്തോഷം തോന്നി. ഒന്നുമില്ലെങ്കിൽ അത്രയും അവന് ബോധം ഉണ്ടായല്ലോ. പ്രിയമുള്ളവരെ, അമ്മയെ പോലെ കാണണമെങ്കിൽ, അപ്പനെ കാണണമെങ്കിൽ, കൂടപ്പുറപ്പിനെ കാണണമെങ്കിൽ എല്ലാം എന്ത് വേണം? കാഴ്ച. കാഴ്ചയില്ലാത്തൊരു ലോകമാണ് കാഴ്ച. സഭയെ കാണണം, പാസ്റ്ററെ കാണണം, കൂട്ടുവിശ്വാസികളെ കാണണം. എല്ലാം എന്ത് വേണം? കാഴ്ച വേണം. വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. കാഴ്ച വേണം. കാഴ്ച. കണ്ണടച്ച് പ്രാർത്ഥിച്ച് കാഴ്ച. പിറവിയിലേക്ക് കുറച്ചുകൂടെ കാഴ്ച കിട്ടണ്ടേ നമുക്ക്? പ്രിയരെ, കുറച്ചുകൂടെ കാഴ്ച കിട്ടണ്ടേ? അവരുടെ വേദന കാണാൻ കുറച്ചുകൂടെ കാഴ്ച. സഭയുടെ ആവശ്യങ്ങൾ കാണാൻ കുറച്ചുകൂടെ കാഴ്ച. കാഴ്ച വേണ്ടേ? കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് എനിക്ക് കുറച്ചുകൂടെ അകക്കാഴ്ച കിട്ടണം. ഒരു മനുഷ്യൻ്റെ വേദന കാണാനുള്ള കാഴ്ച കിട്ടണം. ഒരു മനുഷ്യൻ്റെ നൊമ്പരം കാണാനുള്ള കാഴ്ച കിട്ടണം. സ്വാർത്ഥതയുടെ മൂടുപടം കൊണ്ട് ബ്ലൈൻഡായി പോയ മനുഷ്യർക്ക് കർത്താവിൻ്റെ ഒരു കാഴ്ച കിട്ടണം. ഇവിടെ മുഴുവൻ എന്തുകൊണ്ടാണ് വിവാഹമോചനം നടക്കുക? കാഴ്ചയില്ലാതെ പോകുന്നതുകൊണ്ടാണ്. പങ്കാളിയുടെ വേദന അറിയാൻ, പിരിഞ്ഞാലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖം കാണുന്നവൻ ഒരിക്കലും പിരിയില്ല. പിരിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്കുന്ന മുറിവ് അത് കാണുന്ന ഒരപ്പനും പിരിയത്തില്ല. അത് കാണുന്ന ഒരമ്മയും പിരിയില്ല. എന്തില്ല? കാഴ്ചയില്ല. മങ്ങിയ കാഴ്ചയായിപ്പോയി. കർത്താവിനോട് പറയണം, എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ തെളിഞ്ഞ് കാര്യങ്ങളെ കാണണം. കുറച്ചുകൂടെ മനുഷ്യനായി കാണണം. കുറച്ചുകൂടെ ദൈവത്തെ കാണണം. വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. ഈ ലോകത്തിന് ആവശ്യം IT അല്ല. ഈ ലോകത്തിന് ആവശ്യം പണമല്ല. ഈ ലോകത്തിന് ആവശ്യം ഒരു സെക്കൻഡ് ടച്ചാണ്. ബാംഗ്ലൂർ പട്ടണത്തിലെ മക്കൾക്ക് ആവശ്യം ദൈവത്തിൻ്റെ ഒരു സെക്കൻഡ് ടച്ചാണ്. മനുഷ്യനെ ഉരുപ്പടിയായി കാണുന്ന, ഉപഭോഗ വസ്തുവായി കാണുന്ന ഈ കാലഘട്ടത്തിന് ആവശ്യം അപ്പനെ അമ്മയും കാണാത്ത കാഴ്ചയ്ക്ക്, വൈകിയ അല്ലങ്ങളുടെ കാഴ്ചയ്ക്ക്, മങ്ങിയ കാഴ്ചകൾക്ക് മാറാൻ ഒരു സെക്കൻഡ് ടച്ച് വേണം. യേശുവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സെക്കൻഡ് ടച്ച് കൊടുക്കണേ. ഞങ്ങളുടെ വീട്ടിൽ ദമ്പതികൾക്ക്, ചെറുപ്പക്കാർക്ക് ഒരു സെക്കൻഡ് ടച്ച് കൊടുക്കണേ. കുറച്ചുകൂടെ സ്നേഹത്തോടെ കാണാൻ, കുറച്ചുകൂടെ സഭയെ കാണാൻ, കുറച്ചുകൂടെ ദൈവരാജ്യത്തെ കാണാൻ, കുറച്ചുകൂടെ ദൈവസ്നേഹത്തിൽ കാണാൻ കാഴ്ച കിട്ടണമേ. കാഴ്ച.
കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഒരു മങ്ങിയ കാഴ്ചയല്ല, തിമിരം പിടിച്ച കാഴ്ചയല്ല നമുക്ക് ആവശ്യം. അകക്കണ്ണ് തുറക്കുന്ന ഒരു കാഴ്ച. അതിനെന്ത് വേണം? ഒരു സെക്കൻഡ് സ്പർശനം വേണം. യേശുവിൻ്റെ നാമത്തിൽ ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഓ, പിറവിയിലെ കുരുടനായ മനുഷ്യൻ, കുറ്റപ്പെടുത്താൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ അവനൊരു സാക്ഷ്യമുണ്ട്. Once I was blind but now I see. ഒരിക്കൽ ഞാൻ കാഴ്ചയില്ലാതെ ഒത്തിരി കാര്യം ചെയ്തു, ഇന്നെനിക്ക് കാണാൻ എന്നാ കാര്യ? എൻ്റെ യേശു എന്നെ സ്പർശിച്ചു. യേശുവിൻ്റെ സ്പർശനം കിട്ടിയ കാഴ്ച കിട്ടും പ്രിയരെ. കാഴ്ച 9-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ അടയാള് എന്താണ്? കാഴ്ച വേണം. കാഴ്ച വേണം. കാഴ്ചയ്ക്ക് എന്ത് വേണം? സെക്കൻഡ് ടച്ച് വേണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 11-ാമത്തെ അധ്യായം വളരെ പരിചിതമുള്ളൊരു വാക്യമാണ്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടക്കുകയാണ്. ഈ ലാസർ എത്രത്തോളം ഭക്തനാ, മാർത്തയും മറിയെന്നല്ല. പക്ഷെ ഇവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് ഇച്ചിരി മലയാളത്തിൽ അത്ര നല്ലൊരു വാക്കാണോ? ലാസർ എന്ന ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം വലിയ സാക്ഷ്യം. അവൻ ഒരുത്തനാ എന്നൊക്കെ പറയുന്ന പോലെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും മാർത്തയും മറിയയും യേശു കൂടെ സന്ദർശിക്കുന്നു. ലാസർ എന്ന ഒരുത്തൻ ദീനമായി. കർത്താവ് വരാൻ താമസിച്ചു. ലാസർ മരിച്ചപ്പോൾ 7-ാമത്തെ അടയാളം അവിടെ കൂടപ്പുറപ്പുകളുടെ വേദനയാണ്. അവിടെ കർത്താവ് അങ്ങനെ വരികയാണ്. മാർത്തയും മറിയയും ലാസറും. അവിടെ ആരുടെ പേരില്ല? അപ്പൻ്റെ അമ്മയുടെ ഒന്നും പേരില്ല. മിക്കവാറും അപ്പനും അമ്മയും കാണില്ല. മരിച്ചു കാണാം, അല്ലെങ്കിൽ പേരൊക്കെ എഴുതണ്ടേ. 3 കൂടപ്പുറപ്പുകൾ ഇങ്ങനെ ജീവിക്കുക. അപ്പനും അമ്മയും പോയ 3 മക്കൾ. ഞാനിങ്ങനെയുള്ള മക്കളെ കണ്ടിട്ടുണ്ട്. പേരൻസൊക്കെ പെട്ടെന്ന് മരിച്ചു പോയവർ ജീവിതം ഇങ്ങനെ തുടരുകയാണ്. അവിടെ ഏക ആശ്രയം ആരാ? ലാസറ. ആകെ ആൺതരി, ആകെ ഒരു സഹോദരൻ, അവരുടെ ആശ്രയം. ലാസർ മരിച്ചു. ഈ പെങ്ങന്മാർ കരഞ്ഞു. കർത്താവ് അവിടെ വന്നു. അവനും കരയാൻ പോകുമെന്ന് ഓർത്ത് കൂടപ്പുറപ്പുകളുടെ വേദനയ്ക്ക് മുമ്പിൽ തങ്ങളുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. കൂടപ്പുറപ്പുകളുടെ വേദനയ്ക്ക് മുമ്പിൽ തമ്പുരാൻ ഇങ്ങനെ ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി കരയുന്നത് പലപ്പോഴും കൂടപ്പുറപ്പുകളാണ്. ചിലരൊക്കെ ഇങ്ങനെ അങ്ങ് കഠിനപ്പെട്ടൊക്കെ പോവുമെങ്കിലും നഷ്ടപ്പെട്ടു പോയ കൂടപ്പുറപ്പിനെ ഓർത്ത് കരുതുന്നു. കൂടപ്പുറപ്പുകളുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. എനിക്ക് ഒരേ ഒരു പെങ്ങളെ ഉള്ളായിരുന്നു, മരിച്ചുപോയി. മരിച്ചൊക്കെ പോയി കഴിഞ്ഞാണ് നമുക്ക് ആ ദുരിതം അറിയുക. എല്ലാ അവധിക്കും ശനിയാഴ്ച ആകാൻ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഓണമാകാൻ ക്രിസ്മസ് ആകാൻ നോക്കിയിരിക്കും. അവൾ വരും, നിർബന്ധം പിള്ളേരെ കൊണ്ടുപോകും. പിള്ളേരെ കൊണ്ടുപോയാൽ എത്ര വയ്യായെങ്കിലും അവർക്ക് KFC മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോകും. ഉള്ള അവിടുത്തെ മേളയ്ക്കെല്ലാം കൊണ്ടുപോകും. പിള്ളേർക്ക് ഇഷ്ടമാണ് അമ്മയുടെ അടുത്ത് പോകാൻ ഇഷ്ടമാണ്. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ഒത്തിരി വിശ്വാസികളൊക്കെ ഉണ്ടെങ്കിലും അവധിയിട്ട പിള്ളേർക്ക് പോകാൻ ഒരിടയില്ല. അവധിയിട്ട പിള്ളേർക്ക് പോകാൻ ഒരിടയില്ല. കൂടപ്പുറപ്പുകളൊക്കെ ഉണ്ടെങ്കിലേ കയറി ചെല്ലാനൊക്കത്തുള്ളൂ. അവരുടെ ആകെ കൂടപ്പുറപ്പും പോയി. ഇനി എവിടെ ചെല്ലുക? കർത്താവ് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ചോദിച്ചു, എവിടെയാ വെച്ചിരിക്കുക? കല്ലറയില. കർത്താവ് അവിടെ ചെന്നിട്ട് ലാസറെ പുറത്തു വന്നു പറഞ്ഞു. ലാസർ പുറത്തു വന്നു. ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ കൂടപ്പുറപ്പുകളുടെ കല്ലറയ്ക്കകത്തുനിന്ന് അവനെ പുറത്തു കൊണ്ടിരുന്ന, അവളെ പുറത്തു കൊണ്ടിരുന്നൊരു കർത്താവുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി നെഞ്ചുരുകി കരഞ്ഞ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒത്തിരി പെങ്ങന്മാരെ കണ്ടു. ആങ്ങള കല്യാണം കഴിച്ചിട്ടില്ല, അവന് കുടിയാ, അവന് ഡിപ്രഷനാ. പാസ്റ്ററെ എന്തോ ചെയ്യണം? ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആങ്ങളെയും കൊണ്ട് വരുന്ന പെങ്ങന്മാർ. അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ആങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വരികയാണ്. അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ തമ്പുരാൻ കരഞ്ഞു. പുതിയ നിയമത്തിലെ ചെറിയൊരു വാക്യം, യേശു കണ്ണുനീർ വാർത്തു. യേശുവിൻ്റെ ഒരു വാക്കാണ്, ലാസറേ പുറത്തു വാ. പേഴ്സണൽ ഇൻവിറ്റേഷനാണ്. പുറത്തു വാ. ലാസർ പുറത്തു വന്നു. എവിടുന്ന്? കല്ലറയ്ക്കകത്തുനിന്ന്. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ദൈവം ഈ അടയാളം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ ബന്ധിക്കപ്പെട്ട ചില കല്ലറകൾക്കകത്തുനിന്ന് തമ്പുരാനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. കൂടപ്പറപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ആകെ 2 പെങ്ങന്മാർ, ആങ്ങളെ പോയി. എൻ്റെ സഹോദരനോ സഹോദരിക്കോ ഒരു പ്രശ്നമുണ്ട്.
എനിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിക്കേ. എൻ്റെ കൂടപ്പുറപ്പൊരു പ്രശ്നത്തില്ല. കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി അപ്പനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് സഹോദരന്. സ്നേഹമില്ലാത്ത കുറേ കൂടപ്പുറപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വയ്യാത്ത ചേട്ടന് ഉള്ള വസ്തു കൂടെ എഴുതി കൊടുത്തിട്ട് എനിക്കൊന്നും വേണ്ട അവന് കൊടുത്തേക്കാൻ പറയുന്ന പാവത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ അവരിന്ന് ആയിരിക്കുന്ന ചില കല്ലറയ്ക്കകത്തുനിന്ന് തമ്പുരാൻ പുറത്ത് കൊണ്ടുവരാം. പെങ്ങന്മാരെ, നിങ്ങളുടെ സഹോദരന് ചിലപ്പം വല്ലാത്തൊരു ബന്ധനത്തിലായിരിക്കാം. പോലീസ് ഉദ്യോഗസ്ഥനായി ഒരു സഹോദരനെ കൊണ്ടുവരുന്നൊരു പെങ്ങളെ എനിക്കറിയാം. വളരെ ദൂരം യാത്ര ചെയ്ത് എപ്പോൾ വന്നാലും അവൾ പറയും, അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടപ്പുറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തമ്പുരാൻ ഇന്ന് അവനെ വിളിക്കും, പുറത്തു വാ. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ സഹോദരൻ ഇന്ന ബന്ധനത്തില്ല, അവൻ്റെ കുടുംബജീവിതത്തിൽ ഇന്ന പ്രശ്ന. വല്ലപ്പോഴൊക്കെ അവൻ ഈ സങ്കടം എന്നോടേ പറയത്തുള്ളൂ. പ്രാർത്ഥിക്കണേ. അവൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നം, അവൻ പിന്നെല്ലാം ഉള്ളിൽ ഒതുക്കിയൊക്കെ നടക്കുക. വേറെ ആർക്കാ അങ്ങനെ കരയാൻ കഴിയുക? പെങ്ങന്മാരുടെ നിലവിളിക്ക് മുമ്പിൽ കെട്ടിച്ചൊക്കെ വിട്ടാലും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ എന്നും കഴിയുന്നത് ഈ പെങ്ങന്മാർക്കാ. പ്രാർത്ഥിച്ചേ. ആ കൂടപ്പുറപ്പിന് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്ധിയിൽ പ്രാർത്ഥിച്ച് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ആങ്ങളെയും പെങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, ആങ്ങളെ പെങ്ങന്മാർ ആരെങ്കിലും ഇവിടെ ഒരുമിച്ചുള്ളവരുണ്ടോ? ആങ്ങളെയും പെങ്ങളും ഒക്കെ ഒരുമിച്ചുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അവിടെ അപ്പനില്ല, അമ്മയില്ല, അപ്പനുമില്ല, അമ്മയില്ല. പക്ഷേ എൻ്റെ ദൈവം കല്ലറയെന്ന് പുറത്തു കൊണ്ടുവരും. മരണത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു കർത്താവ്. കാലപ്പഴക്കം, കണക്കുകൾ തെറ്റി അകലെ പ്രവർത്തിച്ച ദൈവം, ഹല്ലേലൂയ, എണ്ണത്തിന്മേൽ പ്രവർത്തിച്ച ദൈവം, പ്രകൃതിയുടെ മേൽ പ്രവർത്തിച്ച ദൈവം, കാഴ്ചയുടെ മേൽ തൊട്ട കർത്താവ് ഇതാ കല്ലറയ്ക്കകത്തുനിന്ന് ഒരാളെ കൊണ്ടുവരിക. കണക്കൂട്ട് തെറ്റി കാലപ്പഴക്കങ്ങൾ ഇതാ കല്ലറയ്ക്കകത്തുനിന്ന് കൂടപ്പുറപ്പിനെ പുറത്ത് കൊണ്ടുവരാൻ. ഇവിടെ ഇരുന്നുകൊണ്ട് ആരോ ചിലർ നെഞ്ചുരുകി തങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരനെ ഇന്ന് കർത്താവ് പിടിപ്പിക്കും. എനിക്ക് ഉറപ്പാണ്, 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 ഉറപ്പാണ്. അവൻ രോഗിയാ, അവനെ സുഖപ്പെടുത്തണേ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ കൂടപ്പുറപ്പുകൾ, അതൊരു ചെറിയ സ്നേഹമല്ലല്ലോ. വേറെ ആർക്കാ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക? അവരോർത്ത് അവൻ കരയാൻ പോവുക. പക്ഷെ കർത്താവ് കരഞ്ഞു. അടുത്ത വാക്ക് കം ഔട്ട് ലാസ, പുറത്തു വാ. കം ഔട്ട്, പുറത്തു വാ. കം ഔട്ട്, പുറത്തു വാ.
കർത്താവെ, ഒത്തിരി സഹോദരിമാർ, ഒത്തിരി സഹോദരങ്ങൾ തങ്ങളുടെ കൂടപ്പിറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ തമ്പുരാൻ ഇറങ്ങി വരും. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് കല്ലറയ്ക്കകത്തുനിന്ന് അവനെ പുറത്തു കൊണ്ടുവരും, അവളെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ്റെ നാമത്തിൽ അവർ ആയിരിക്കുന്ന കല്ലറകൾ, അത് രോഗമാകട്ടെ, ലഹരിയാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, സാമ്പത്തിക തകർച്ചയാകട്ടെ, എന്തോ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ചില കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഇവിടുന്ന് കൊണ്ട് കരയുന്ന ബഥേൽ ചർച്ചിൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെയും ലൈവിലും ഇരുന്ന് കൊണ്ട് പങ്കുചേർന്ന് തങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി കരയുന്ന ചിലരുടെ നിലവിളിക്ക് മുമ്പിൽ യേശു നടന്നു വരട്ടെ. ബഥാനിയിലേക്ക് വന്ന ലാസർ എന്ന അവൻ്റെ ആ സഹോദരൻ്റെ കുഴിമാടത്തിൽ ചെന്ന് പുറത്ത് കൊണ്ടുവന്ന യേശുവിൻ്റെ വാക്ക്, ഓ ഹല്ലേലൂയ, ഇപ്പോൾ ക്രിയ ചെയ്യട്ടെ. ആ ഒരു വാക്ക് മതിയല്ലോ. ലാസർ പുറത്ത് വാ, ഒരു വാക്ക് മതി കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് മതി, അങ്ങയുടെ ഒരു വാക്ക് മതി കർത്താവേ, ഇപ്പോൾ ജീവിക്കുവാൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൂടപ്പുറപ്പിനെ വിടുവിക്കണേ. അവർ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവരുടെ പേരെന്തുവാകട്ടെ, മാത്യു എന്നാകട്ടെ കർത്താവെ, അവരുടെ പേരെന്തുവാകട്ടെ, മാർട്ടിൻ എന്നാകട്ടെ, അവരുടെ പേരെന്തുവാകട്ടെ, ജിനു എന്നാകട്ടെ, ജോസഫ് എന്നാകട്ടെ, ജിജോ എന്നാകട്ടെ കർത്താവെ, ഏബ്രാം എന്നാകട്ടെ കർത്താവെ, എന്തുവാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടപ്പുറപ്പിന് വേണ്ടി കരയുന്നവർ അവിടെ കൂടപ്പുറപ്പിൻ്റെ പേര് പറഞ്ഞ് അവരുടെ പ്രതിസന്ധി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലാസ പുറത്ത് വന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ പേര് പറഞ്ഞ് അവരായിരിക്കുന്ന കല്ലറയ്ക്കകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ ഏഴാമത്തെ അടയാളം ഇപ്പോൾ ഞങ്ങളുടെ അനുഭവമായി മാറട്ടെ. ഏഴാമത്തെ അടയാളം ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവമായി മാറട്ടെ. അതനം ഋഗജം രഗജക രന്ധം ദേരക രക്ഷം ദേരക രാജ അതകന രഗജം ഋഗജക രഗജക രാജ അന്തുരു കട്ടര ഭക്ഷണ വൈഡക രന്ധന റിക്കന. ഏഴാമത്തെ അടയാളം ഇപ്പോൾ അനുഭവമാകട്ടെ. കണക്കുകൾ തെറ്റിയിടത്തേക്ക് പ്രവർത്തിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അകലങ്ങളിൽ പ്രവർത്തിക്കട്ടെ, കാലപ്പഴക്കങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ, എണ്ണത്തിന്മേൽ പ്രവർത്തിക്കട്ടെ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്ധ്യയായി കർത്താവെ, കാറ്റ് ശക്തമാകുന്നു, ഇരുട്ട് പരക്കുന്നു. നടന്നു വരുന്ന കർത്താവെ, മുറ്റും കടൽ മീതെ മൂന്നാം യാമത്തിൽ ഉറ്റ സഖിയവൻ വന്നിടും തീർച്ചയായി. വന്നാട്ട് കർത്താവേ. ഓ ഹല്ലേലൂയ. ആഴങ്ങൾ തേടുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. ഓ കരപറ്റി കടലാകെ ഇളകുമ്പോൾ അലയുമ്പോൾ മറപറ്റി അണയുമൻ ചാരേ. ഓ തകരുന്ന തോണിയും നാഴിയിൽ താഴാതെ ഹല്ലേലൂയ കരപറ്റാൻ കരം നൽകും ദൈവം ഉണ്ടല്ലോ. ഹല്ലേലൂയ. ആഴങ്ങൾ തേടുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. കരപറ്റി കടലാകെ ഇളകുമ്പോൾ അടലുമ്പോൾ മറപറ്റി അണയുമൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. ഈ ജനത്തെ കർത്താവേ, അവരുടെ ജീവിതത്തിലേക്ക് നടന്നു വരണമേ. കൂടാപന ശബന, എവിടെയോ മങ്ങിപ്പോയ കാഴ്ചകൾ, വൈകല്യപ്പെട്ട കാഴ്ചകൾ, ഞങ്ങൾക്ക് ആ കാഴ്ച വേണം. അങ്ങയുടെ കാഴ്ച കുറച്ചുകൂടെ കൃത്യമായി കാണുവാൻ കാഴ്ച, മങ്ങിയ കാഴ്ച മാറട്ടെ, വൈകല്യപ്പെട്ട കാഴ്ചകൾ മാറട്ടെ, കുറച്ചുകൂടെ കാഴ്ച കിട്ടട്ടെ. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, ദൈവത്തെ കാണുവാൻ, അപ്പനെ അമ്മയും കാണുവാൻ, കൂട്ടുവിശ്വാസിയെ കാണുവാൻ, സഭയെ കാണുവാൻ, ദൈവദാസന്മാരെ കാണുവാൻ കാഴ്ച. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൂടപ്പറപ്പിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, അവിടെ കല്ലറക്ക ചെന്ന ദൈവം, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് ചെല്ലിവിടുന്നു കൊണ്ട് അവിടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഒരത്ഭുതം നടക്കട്ടെ. പേര് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ ദൈവത്തിൻ്റെ ഒരു ശബ്ദം മുഴങ്ങട്ടെ. പുറത്തു വാ, പേര് പറഞ്ഞ് വിളിക്കണേ. പുറത്തു വാ, യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വാ. ആ പേര് പറഞ്ഞ് വിളിച്ചാട്ട് ആഴങ്ങളിൽ കർത്താവേ, ഓ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള കർത്താവേ, ആ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരണമേ. ഒരത്ഭുതം നടക്കണമേ. മരിച്ചു എന്ന് കരുതിയത്, ആശ പോയത്, മൃതമായത് ജീവിപ്പിക്കുന്ന ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. പുറത്തു വരട്ടെ. ഏഴടയാളങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങളായി മാറട്ടെ. 7 അടയാളങ്ങൾ സഭയുടെ അനുഭവങ്ങളായി മാറട്ടെ. ഇന്ന് ഈ വചനം കേട്ട ഏവരുടെയും ജീവിതത്തിൻ്റെ അനുഭവം
അനുഭവങ്ങളായി മാറട്ടെ. അടയാളങ്ങൾ അനുഭവങ്ങളാകട്ടെ. അടയാളങ്ങൾ അനുഭവങ്ങളാകട്ടെ. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. അടയാളങ്ങൾ അനുഭവങ്ങളാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്ര. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ. ഇരു കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് അല്പസമയം ഈ അടയാളങ്ങൾ അനുഭവമാകുന്നതിനായി സ്തുതിച്ചാട്ട്. സ്തുതി ഉയരട്ടെ. അന്യഭാഷകളിൽ സ്തുതിച്ചാട്ട്. അന്യഭാഷകളിൽ സ്തുതിച്ചാട്ട്. കൂടപ്പറപ്പുകളെ വിടിവിക്കുന്ന ദൈവം അവരുടെ ബന്ധനങ്ങളുടെ മേൽ ഇപ്പോൾ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരട്ടെ. അകലങ്ങളിൽ ഒരു അത്ഭുതം നടക്കട്ടെ. എവിടെ ദൂരെ 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 അവിടെ ഒരു അത്ഭുതം. ആ കുഞ്ഞിൻ്റെ ബന്ധനം അഴിയട്ടെ. ആ ജോലിയുടെ ബന്ധനം അഴിയട്ടെ. ആ കുടുംബത്തകർച്ച മാറട്ടെ. കാലപ്പഴക്കങ്ങളായി കൊണ്ടുകിടക്കുന്ന ചില പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അധികാരമുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരു വാക്ക് വെളിപ്പെടട്ടെ. ഒരു വാക്ക്. പൊയ്ക്കോ പൊയ്ക്കോ, നിന്റെ കുഞ്ഞിന് സുഖം വന്നു, കിടക്ക എടുത്ത് നടക്ക, ലാസറേ പുറത്ത് വരിക. യേശുവിൻ്റെ നാമത്തിൽ ആ വാക്ക് വെളിപ്പെടട്ടെ. ഒരു വാക്ക് വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആ ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക് കർത്താവ് അത് ചെയ്യട്ടെ. ചേർന്ന് കരങ്ങൾ അടിച്ച് അല്പസമയം സ്തുതിച്ചാട്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ട്. ഈ അടയാളങ്ങൾ നമ്മുടെ അനുഭവങ്ങളാകും. ഒന്ന്, കാനാവിലെ ഗലീലയിലെ കാനാവിൽ. രണ്ട്, ആ രാജഭൃത്യൻ്റെ മകൻ. മൂന്ന്, ബെഥെസ്ദ ആട്ടിൻകുളത്തിൽ ബെഥെസ്ദ കുളത്തിൻ്റെ 38 ആണ്ട്. 4, നാം കാണുന്നു 5 അപ്പം കൊണ്ട് 5000. 5, നാം കാണുന്നു കടൽമേ നടന്ന്. 6, നാം കാണുന്നു പിറവിയിലെ കുരുടൻ. 7, കൂടപ്പറപ്പിനെ വിടിവിക്കാൻ കല്ലറയുടെ അടുക്ക് ഇറങ്ങി വന്നിട്ട് പുറത്തു പറഞ്ഞ യേശു. ഈ 7 അടയാളങ്ങൾ നമ്മുടെ അനുഭവങ്ങളാ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആ ഒരു വാക്ക് ഇവിടെ പ്രതിധ്വനിക്കട്ടെ. പൊയ്ക്കോ, നിന്റെ കുഞ്ഞിന് സുഖം വന്നു, കോരി കൊടുക്ക. ഹല്ലേലൂയ. ഒറ്റ വാക്ക്. അത്ഭുതം നടക്കുകയാണ്. ഇരു ചെവി അറിയാതെ ദൈവം അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാര, അകലങ്ങളിൽ അധികാര. യേശുവിൻ്റെ നാമത്തിൽ പിറവിയിലെ ഉണ്ടായിരുന്ന ബന്ധനങ്ങളെ അഴിച്ച ദൈവം കാഴ്ച കൊടുത്ത കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിന്റെ കൂടപ്പുറപ്പിന്റെ പ്രതിസന്ധിയുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം പ്രാർത്ഥിച്ച എല്ലാവരും കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. കൂടപ്പുറപ്പിനെ ബന്ധിച്ച ബന്ധന യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത ഒരു സ്നേഹത്തോടെ, ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത ഒരു വേദനയോടെ സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ടി. അവർ പോയാൽ പിന്നെ കൂടപ്പുറപ്പെന്ന് പറയാൻ നമുക്ക് ആരും കാണില്ല. നമുക്ക് കയറി ചെല്ലാൻ ഒരു വീട് കാണില്ല. സ്വന്തമെന്ന് പറയാൻ ലോകത്ത് ഏറ്റവും തന്നത് സ്വന്തം സഹോദരൻ, സ്വന്തം സഹോദരിയാണ്. ഇന്ന് വേദനയോട് എത്ര പേർ തൻ്റെ സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അവനെ, അവളെ, അനിയനെ, ചേട്ടനെ, ഈ നിന്റെ മകനല്ല എൻ്റെ അനിയൻ, ഇന്നത്തെ ബന്ധങ്ങൾ ജീവിച്ചിട്ട് കൂടപ്പുറപ്പിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതം. ആ കൂടപ്പുറപ്പിന് ഒരു പക്ഷേ നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, എന്തൊക്കെയോ അകലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ പോയി വിളിക്കണം. യോഗാനന്തരം പോയി വിളിക്കണം. യോഗാനന്തരം പോയി വിളിക്കണം. ആരെങ്കിലും വിളിക്കാതെ കൂടപ്പുറപ്പുമായി വർഷങ്ങളായി വിളിക്കാതിരിക്കുകയാണെങ്കിൽ, വലിയ ബന്ധമില്ലെങ്കിൽ ഇന്ന് വിളിച്ചിരിക്കണം. ഇന്ന് വിളിച്ചിരിക്കണം. 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 ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുക. ഒരു വിടുതൽ അവിടെ നടക്കുക. പ്രാർത്ഥിച്ചിട്ട് വിളിക്കുക. പ്രാർത്ഥിച്ചിട്ട് വിളിക്കുക. പ്രാർത്ഥിച്ചിട്ട് വിളിക്കുക. അവിടെ വർഷങ്ങളായിട്ടുള്ള ചില അകലങ്ങൾ അടുക്കപ്പെടും. വർഷങ്ങളായിട്ടുള്ള ചില അകലങ്ങൾ അടുക്കപ്പെടും. വർഷങ്ങളായി ചില മുറിവുകൾ കരിയപ്പെടും. കൂടപ്പുറപ്പിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവന്റെ ആയുസിനോട്, അവളുടെ ആയുസിനോടുള്ള പോരാട്ടം മാറ്റണേ.